Welcome to MIG Podcast. ഹായ്, ഞാൻ ടോണി. ഹായ്, ഞാൻ ജസ്റ്റിന. ഹലോ ഗൈസ്, ഞാൻ ജസ്ലിൻ. ഹായ് ഓൾ, ഞാൻ ഗ്രേസ്. ഹായ്, ഞാൻ അദീപ്. നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ മെയിൻ സംഭവം Nursing of Germany. ജർമ്മനി. അതായത് നഴ്സിംഗ് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ജർമ്മനി. എന്തായാലും ആദ്യം പേരൊക്കെ ഒന്ന് പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഇരിക്കട്ടെ. കൂടുതൽ വിശദമായിട്ട് അറിഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇവിടെ തുടങ്ങിക്കും. എന്താ ചെയ്യുന്നത്? അസോ, ഞാൻ ജസ്ലിൻ. എന്റെ ഹോസ്പിറ്റലിൽ ഇപ്പം 3rd ഇയർ ആണ്. ഞാൻ എക്സാംസ് എഴുതിയിട്ടിരിക്കുകയാണ്. അസോ, റൈറ്റിംഗ് എക്സാം കഴിഞ്ഞു. ഫൈനൽ ഫേസിലാണ് ഞാൻ. ഞാൻ ജസ്റ്റിന ജോൺ. ഞാനാണെങ്കിൽ നേഴ്സിംഗ് പഠിച്ചിട്ട് 1 വർഷം ആകാൻ പോകുന്നു. നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2nd ഇയറിലേക്ക് കയറാൻ പോകുന്നു. നഴ്സിംഗിന്റെ 2nd ഇയറിൽ. ഓക്കെ, എന്റെ പേര് ടോണി. ഞാനിപ്പോ 6 months ആകുന്നു ഹൗസ് ബിൽഡിംഗ് കയറിയിട്ട്. ഇപ്പൊ എന്റെ പ്രോസൈറ്റ് ആണ്. നമ്മളിവിടെ 1st ഇയർ പഠിക്കുന്ന നഴ്സിംഗ്, 2nd ഇയർ, 3rd ഇയർ. എങ്ങനെ നിങ്ങള് ഈ സംഭവത്തെ കുറിച്ച് അറിഞ്ഞു? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ആൻഡ് ഇപ്പൊ എങ്ങനെ പോകുന്നു? ആൻഡ് ഇതിന്റെ എൻഡ് എന്തായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ പറയാം. തുടങ്ങിക്കോ. ഇതുപോലെ ജർമ്മനിയില് ഇതുപോലൊരു ഹൗസ് ബിൽഡിംഗ് കൊണ്ട് എന്താ വൊക്കേഷണൽ ട്രെയിനിങ് നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ഹൗസ് ബിൽഡിംഗ് കൊണ്ടെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോ നമ്മള് എങ്ങനെയാ ഇൻഫർമേഷൻ കിട്ടി? ഫ്രണ്ട്സ് വഴി അറിഞ്ഞിട്ടുണ്ട്, പിന്നെ കസിൻസ് വഴി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങള് ലാംഗ്വേജ് പഠിക്കും. ഇമ്പോർട്ടന്റ് ഇങ്ങനത്തെ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് മെയിൻ ആയിട്ട് ആദ്യം പഠിക്കണമായിരുന്നു. അപ്പൊ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മള് ഓരോ ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതിനു വേണ്ടിയുള്ള, അല്ലെ? അപ്പൊ അവിടൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നമ്മുടെ നാട്ടിലെ കുട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അപ്ലൈ ചെയ്യാൻ. അപ്പൊ അവിടൊക്കെ നമ്മളൊരു ആപ്ലിക്കേഷൻ ലെറ്റർ അയക്കണം. ഇവിടെ പറയുന്നത് ബെവേർബുങ് എന്ന് പറയും. അത് അയക്കണം. അത് സ്റ്റാർട്ട് ചെയ്തു. മെയിൽ ഐ ഡിയും നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ അങ്ങനെയൊക്കെ എഴുതാൻ വെച്ച് നമ്മള് മെയിൽ അയച്ചു തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ജസ്ലി പറയാം. ജസ്ലി ഇച്ചിലൂടെ എക്സ്പീരിയൻസ് ഉള്ളത്. അത് തന്നെ. ആദ്യം നമ്മള് ചെയ്തെന്ന് വെച്ചാല് റിലേറ്റീവ്സ് വഴി നമ്മളിവിടെ പരിചയപ്പെട്ടു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയപ്പോ ആദ്യം തന്നെ നമ്മള് വിസ റിക്വയർമെന്റ്സും ഇവിടെ ആദ്യം നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ പ്ലസ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മളിപ്പം ആദ്യം വരുന്ന വഴി ഇപ്പം ഫോർ എക്സാമ്പിൾ ഏജൻസി നമ്മളിപ്പോ ഒരു കണക്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ നമ്മള് തന്നെ നേരിട്ടൊരു കോളേജസ് മാസ്റ്റേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ നേരിട്ട് കോളേജിലല്ല അപ്ലൈ ചെയ്യുന്നത്. നമ്മളൊരു ഓർഗനൈസേഷൻ അണ്ടറിൽ കൂടെയാണ് കോളേജിലേക്ക് പോകുന്നത്. ആദ്യം നമുക്ക് സോഷ്യൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു കെയർ ഓർഗനൈസേഷന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടണം. അപ്പൊ അതിനകത്തൊരു നമുക്കൊരു കോൺട്രാക്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഇവർക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നമുക്ക് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്കൈപ്പ് വഴിയായിരുന്നു. അപ്പൊ ആദ്യം നമ്മളിപ്പം ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിവിയും നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ ഇവിടെ അപ്ലൈ ചെയ്യും. അവർ ഓക്കെ പഠിച്ചോളൂ എന്ന് പറഞ്ഞൊരു ഇത് പറയാം. നമുക്ക് അവർക്ക് താല്പര്യം എടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബാച്ച് ആദ്യം കയറിയപ്പോ ഇവിടെ ആരും അങ്ങനെ നമ്മളുടെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ആരും അങ്ങനെ മലയാളീസ് വന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത സമയം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പില്ലായിരുന്നു എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഉറപ്പില്ലാത്തത്. ഹൗസ് ബിൽഡിംഗ് എന്നുള്ള സംഭവം അറിയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഇവര് വന്ന ഇയറിലാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന സംഭവത്തിനെ റീച്ച് ആയിട്ട് തുടങ്ങിയത്. ഇവരാണ് ഇവിടെ പഴയ ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാല് വ്യത്യാസമുണ്ട്. നഴ്സിംഗിന്റെ പല ഇതുണ്ട്, സിലബസ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ സിലബസ് സ്റ്റാർട്ട് ചെയ്തത് ഇവര് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം അത് അതിന് കുറച്ച് എന്തൊക്കെയോ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു പഴയതിനെക്കാട്ടി, അല്ലേ? നമുക്ക് ഇവിടെ ചില ഹോസ്പിറ്റലുകളിൽ നമുക്ക് B1 ലാംഗ്വേജ് വെച്ചിട്ട് കയറാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർ പറയും B1+ നമ്മൾ അതിന്റെ കൂടെ പഠിച്ച് B2 എഴുതണം എന്നുള്ള റിക്വയർമെന്റ് ചോദിക്കാറുണ്ട്. ആദ്യത്തെ ഒരു ട്രൈ ചെയ്ത് വന്നപ്പം അവര് ഒരു സ്പെഷ്യൽ റിക്വയർമെന്റ് ഇല്ലായിരുന്നു. ഈ B1 B2 എന്നുള്ള കൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് ഞാൻ 8 വെച്ചിട്ടാണ് ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഞങ്ങൾ 1.25 വർഷം സോഷ്യൽ വർക്കിന്റെ കൂടെ ലാംഗ്വേജ് B2 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എക്സാം. കൊറോണ ടൈമിലാണ് ഞാൻ ഈ ഹൗസ് ബിൽഡിംഗിലേക്ക് കയറുക. അത് കുറെ കോളേജസുകളും പല സ്ഥലങ്ങളും ഇപ്പൊ NRV പല റീജിയൻസിൽ പല കോളേജസിലും B2 ആണ് പ്രിഫർ ചെയ്യുന്നത്. ആസ് എ സ്റ്റുഡന്റ് ഏറ്റവും ബെറ്റർ പഠിക്കുമ്പോൾ നമുക്ക് B2 ലെവൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും
ഏറ്റവും നല്ലതായിരിക്കും. കാരണം നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പഠിച്ചിട്ട് കുറേ കൂടി കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയി. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുമ്പോൾ നമുക്ക് B2 ലെവൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ കിട്ടത്തില്ല. കാരണം നമ്മൾ ആൾക്കാരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് കുറച്ച് കമ്മ്യൂണിക്കേഷൻ കിട്ടണം. അതാണ് നമ്മളിപ്പോ ഞാൻ ചെയ്ത ഒരു 1.5 year സോഷ്യൽ വർക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഒരുപാട് രോഗികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വോളണ്ടറി സോഷ്യൽ സർവീസ് ആണ്, ഫ്രൈവിലിക്ക് സോഷ്യൽ എന്നറിയപ്പെടുന്ന FST. അതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാരും സ്റ്റാർട്ട് ചെയ്തത്. ഇതില്ലെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പം കുറെ ഏജൻസീസ് അല്ലെങ്കിൽ മറ്റ് പലരുമായി ബന്ധപ്പെട്ട് നമുക്ക് B2 നാട്ടിൽ നിന്ന് ചെയ്യുന്നവർക്ക് നേരിട്ട് വന്ന് ഹൗസ് ബിൽഡിംഗ് കയറാനുള്ള ചാൻസസ് കിട്ടുന്നുണ്ട്. ബട്ട് അതിന്റെ ഇടയിൽ ഒരാൾ നിൽക്കുന്നത് കാരണം നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ B2 അവർ ചോദിക്കാറുണ്ട്. ലാംഗ്വേജ് ലെവൽ B2 ആണ് സാധാരണ. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലും അവർ ആവശ്യപ്പെടും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു വീക്ക് ഞാൻ അന്നേരം ഇവിടെ വന്നിട്ട് 6 months കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഹൗസ് ബിൽഡിംഗിലോട്ട് കയറിയായിരുന്നു. കയറിയപ്പോ ഫസ്റ്റ് ഒരു 1 week 1 month സ്കൂളില് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് ജർമ്മൻ സംസാരിക്കും. നമ്മള് ക്യാച്ചപ്പ് ചെയ്ത് ഓരോ വാക്ക് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ക്യാച്ചപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കുറെ പാട് വരും, കുറെ കഷ്ടപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു B1 B2 വരെ പഠിച്ചിട്ട് വരുന്നതായിരിക്കും. ലാംഗ്വേജ് സ്കിൽസിൽ എപ്പോഴും നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലെവൽ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാംസ് പാസ്സാവുന്നതോ അല്ല B1 B2 പാസ്സാവുന്നതോ അല്ല മെയിൻ. നമുക്ക് ആ ഒരു പറയുന്ന ഇവര് ഫ്ലുവന്റായിട്ട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ഇത് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നത് വരെ നമ്മൾ പഠിക്കുക. അതാണ് നമ്മളിപ്പോ B2 പഠിച്ചു അല്ലെങ്കിൽ എക്സാം ജയിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ B2 സംസാരിക്കണം എന്നില്ല. ഈ കാണുന്ന നിങ്ങൾ പുസ്തകങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾ 3 വർഷമായി കംപ്ലീറ്റ് ചെയ്യുന്ന. ഇത് അനാട്ടമി ബയോളജി ഫിസിയോളജി ബുക്ക്, അത് ഒരു ഭാഗം മാത്രം. പിന്നെ നമുക്കിവിടെ ഡിസീസസ് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ഡിസീസസ് മാത്രം, രോഗങ്ങളെ പറ്റി മാത്രം പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. 1 വർഷത്തേക്കുള്ളതാണോ അതോ അല്ല, 3 ഇയർ മൊത്തം 3 വർഷത്തെയും കൂടി പഠിക്കുന്ന സാധനങ്ങളാണ് ഇത്. ഇതിനകത്ത് മുഴുവൻ 3 വർഷം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കും. അതെ, 3 വർഷം കൊണ്ട് ഒരു ഹ്യൂമൻ ഉണ്ടാകാൻ പറ്റുന്ന എല്ലാ രോഗങ്ങളെ പറ്റി, സ്കിൻ പലതരത്തിലുള്ള എല്ലാ രോഗങ്ങളെ പറ്റി ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളവരെ മെജോറിറ്റി അത് 3 വർഷമായി നമ്മൾ ഈ ബുക്കിലൂടെ പഠിക്കും. ഇത് മുഴുവൻ ജർമ്മനിലാണ്. അത് ഫുള്ള് ജർമ്മനിലാണ്. ഇതിനെക്കാട്ട് രസമുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മള് B1 A1 A2 B1 എല്ലാം പഠിക്കുമ്പോ നമ്മൾ കാഷ്വൽ രീതിയിലുള്ള കാര്യങ്ങളാണ് പഠിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വരുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഹൗസ് ബിൽഡിംഗ് കയറുമ്പോ ഈ നമ്മള് ഈ വാസൊക്കെ വെച്ച് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സെന്റൻസ് എഴുതില്ലേ, അല്ലെങ്കിൽ ഷൈസ ടോണി എന്ന് പറഞ്ഞിട്ട് നമ്മള് ജർമ്മനിയിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയത്തില്ലേ, അതേപോലെ അതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറിയ അതൊന്നും അല്ല. നമ്മള് എഴുതേണ്ട രീതിയും പ്രസന്റ് ചെയ്യേണ്ട രീതിയും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും മെഡിക്കൽ രീതിയിലുള്ള ടേംസും റൈറ്റിംഗും എല്ലാം മെഡിക്കൽ രീതി വേണം നമ്മൾ എഴുതാൻ. അതായത് നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആണ് ഒരു സബ്ജക്ട് നമ്മൾ പഠിച്ചെടുക്കുന്നത്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിനെക്കാട്ടിലും ടഫ് ആയിരിക്കും നമ്മൾ പഠിത്തത്തിലേക്ക് കയറുമ്പോഴാണ് കുട്ടി ഉദ്ദേശിച്ചത്. ഇതാണ് അതുപോലെ തന്നെ ഇതാണ് മൂന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ഫ്ലേഗ്, ഫെയർ ബേസ്ഡ് മാത്രമുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ് ഈ കാണുന്നത്. അതായത് ഇവിടെ ജർമ്മനിയിലെ നഴ്സിംഗിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കൂടുതലും ഡിസീസസിനെ പറ്റിയും അനാട്ടമി പറ്റി, നാട്ടിൽ നഴ്സിംഗ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ കൂടുതലും പ്രൊജക്ട്സും അല്ലെങ്കിൽ നാട്ടിൽ 4 വർഷം കൊണ്ട് പഠിക്കുന്നത് മെയിൻ ആയിട്ടും നമ്മളുടെ അനാട്ടമി ഫിസിയോളജി ഡിസീസസ് ഒക്കെ ആയിരിക്കും. ബട്ട് ഇവർ ഇമ്പോർട്ടൻസ് കൂടുതലും കൊടുക്കുന്നത് കെയറിനാണ്. സോ കെയറിന് തന്നെ ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തരുന്നുണ്ട്. രോഗത്തിന് വേണ്ടി ഒരു പുസ്തകം, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ ഒരു പേഷ്യന്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ഹൈജീനെ കുറിച്ചുള്ളതിനെ കുറിച്ച് അതിനെക്കുറിച്ച് എല്ലാം പഠിക്കേണ്ട ഒരു സാധനമാണിത്. ഇന്നത്തെ വരുന്ന സാധനം തന്നെ ഓരോ തിയറി ഉണ്ട്, ഓരോ ഫ്ലാഗിക്ക് ഓരോ തിയറി ഉണ്ട്. ആ ഓരോ തിയറി വേറെ രീതിയില് കുളിപ്പിക്കുന്നത് പല രീതിയിലാണ്. കിടക്കുന്ന രോഗിക്ക് വേറെ, രോഗിക്ക് നമുക്ക് സ്പെഷ്യലായ കെയർ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കെയർ പല രീതിയിലുണ്ട്. അപ്പം ഓരോ കൺസെപ്റ്റ് ബേസ്ഡ് ഉള്ള കെയർസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഈ ബുക്ക് നിറച്ച് ഫ്ലേവർ, അത് കെയറിനെ പറ്റി മാത്രമാണ്. അതാണ് ഞാൻ പറയാം, കെയറിനാണ് ഇവര് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡിസീസസിനെക്കാളും ഞാൻ 3 years പഠിച്ചതില് ഇവര് ഡിസീസസിനെക്കാട്ടിലും കൂടുതൽ എങ്ങനെ ഒരാളെ കെയർ ചെയ്യാം അതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹോൾ ആ ഒരു പഠിക്കുന്ന സമയം ഫുള്ള് നമുക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാരും ഓർക്കുന്ന എന്താ, സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട് ഹൗസ് ബിൽഡിങ്ങിന്. ഇൻട്രസ്റ്റിംഗ് എല്ലാരും ഇവിടെ
അല്ല എല്ലാരും നാട്ടിൽ വരുമ്പോഴും നാട്ടിൽ വരുന്നവരും അല്ലെ നാട്ടിലുള്ളവരും പറയുന്നത് ആ കൊച്ചെവിടെ ജർമ്മനി നഴ്സിംഗ് ആണ് സ്റ്റൈഫൻഡ് എല്ലാ മാസം കിട്ടുന്നുണ്ടല്ലോ. സ്റ്റൈഫൻഡ് 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ. അങ്ങനെയാണ് അല്ലാതെ ഏജൻസിയുടെ ഞാൻ പലയിടത്തും ഞാൻ ഇന്നലെയും കൂടെ ഒരു വീഡിയോ കണ്ടത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുമായി ജർമ്മനിയിൽ പഠിക്കാം. എല്ലാ മാസവും 1 ലക്ഷം കിട്ടും. ഇവരറിയുന്നില്ല എന്താണ്. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെ കുറിച്ച് ശരിക്കും ഇൻഡെപ്റ്റ് ആയിട്ട് അറിയണം. അതായത് ഈ 1 ലക്ഷം രൂപ എന്നുള്ള കൺസെപ്റ്റ് ശരിക്കും അവരെന്താ ഉദ്ദേശിക്കുന്നത്? 1 ലക്ഷം രൂപ എന്നുള്ള കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ ശരിക്കും 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ടോ? ശരിക്കും 1 ലക്ഷം രൂപ തേർഡ് ഇയർ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് 1 ലക്ഷം രൂപ എന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് നമ്മുടെ ഹൗസ് ബിൽഡിംഗില് നിയമം അനുസരിച്ച് ഫസ്റ്റ് ഇയറിൽ 1100 euro ആണ് നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന euro. സെക്കൻഡ് ഇയർ വരുമ്പോൾ അത് 1100 euro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ റുപ്പീസിലേക്ക് എത്ര വരും ഏകദേശം? ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു 1 ലക്ഷത്തിന്റെ അടുത്ത് 1 ലക്ഷത്തിന്റെ അടുത്ത് 1 ലക്ഷത്തിന്റെ അടുത്ത് വരും. അടുത്ത് വരുന്നു. ഓക്കെ, 80-90 ആയിരിക്കാം. ഓക്കെ, അപ്പൊ പറയുന്ന ഈ ഒരു 80-90 അല്ലെങ്കിൽ 1 ലക്ഷം എന്ന് പറയുന്നത് കിട്ടുന്നുണ്ടോ നമുക്ക്? ശരിക്കും ഇല്ല, കിട്ടുന്നില്ല. ഗവൺമെന്റ് അലോ ചെയ്തേക്കുന്ന 1100. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇയർ 1100, സെക്കൻഡ് ഇയർ വരുമ്പോൾ 1200 ആകും, തേർഡ് ഇയർ വരുമ്പോൾ 1300 ആണ് നമുക്ക് അലോട്ടഡ് ചെയ്തേക്കുന്ന നമ്മുടെ പൈസ. അപ്പൊ അത് നമ്മൾക്ക് അവര് അലോ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളിപ്പോ നമുക്കൊരു R/K ഉണ്ട്. R/K ഇൻ ദ സെൻസ് ജോലി തരുന്ന ആള്, ആ ആളുടെ കീഴിലാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ആളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കുറച്ച് പ്ലസ് നമ്മുടെ ഇൻഷുറൻസ്, സോഷ്യൽ സെക്യൂരിറ്റീസ്, ടാക്സ്, ഇതെല്ലാം കഴിഞ്ഞ് ചർച്ച് ടാക്സ്, മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിട്ടുന്നതാണ് ദ റിയൽ എമൗണ്ട്. ദ റിയൽ എമൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഈ 1000-ന് ഒരുപാട് താഴെയായിരിക്കും. ജസ്ലിന്റെ കയ്യിലേക്ക് അത് വരുമ്പോഴത്തേക്കും ടാക്സ് പോകും, ഇൻഷുറൻസ് പോകും, പിന്നെ അല്ലാത്ത ചർച്ച് ടാക്സ് പോകും, പിന്നെ ആൾക്കാർക്ക് കൊടുക്കേണ്ടത് പോകും, കെയറിംഗ് ഫീയോ അങ്ങനെ ഇൻഷുറൻസ് ഇത്രയും കഴിഞ്ഞ് ഒരു എമൗണ്ട് ആണ് കയ്യിലേക്ക് കിട്ടുന്നത്. ഇത്രയും സാധനങ്ങൾ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് കൈ കിട്ടുന്ന പൈസ. അതിന്റെ കൂടെ നമുക്ക് വീടിന്റെ റെന്റ് ചെയ്യും. ഓക്കെ, അത് നമ്മള് വീടിന്റെ റെന്റ് ഇപ്പൊ താമസിക്കുന്ന പോലെ ഇരിക്കും. നമ്മളിപ്പം ഞാനിപ്പോ ഞങ്ങള് 3 പേരും റെന്റ് എക്സ്പെൻസ് ഒക്കെ മാറ്റി എടുത്തിട്ട് മറ്റേ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം എത്ര കിട്ടും? അതായത് നിങ്ങൾക്ക് ജോലി തരുന്ന ആളുടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം എത്ര കിട്ടും? അത് പക്ഷെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ എന്റെ R/K വേറെ ഒരാളാണ്. ആ R/K ചിലപ്പോ ഞങ്ങളെ എല്ലാരെയും ഒരാള് തന്നെയാണ്. പക്ഷെ ഞാൻ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത് കോളേജ് വേറെയാണ്. ഇവര് വേറെ കോളേജാണ്, ഇവർ രണ്ടുപേരും. അതിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രോപ്പർ എമൗണ്ട് ആവറേജ് റേഞ്ച് എത്ര പറയാൻ പറ്റും? 700-നും 800-നും ഇടയ്ക്ക് കിട്ടും. എനിക്ക് കിട്ടും. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് കഴിഞ്ഞ ആൾക്ക് അത്രയും കിട്ടും. അതിന്റെ കൂടെ നമുക്ക് റെന്റും ഇവിടുന്ന് വലിക്കുന്നുണ്ടല്ലോ. ഓക്കെ, റെന്റും കൂടെ ഉൾപ്പെടുത്തിയാണ് കൊച്ചങ്ങനെ പറഞ്ഞത്. അതായത് 700-800-നുള്ള 800-ഓളം അവൾക്ക് റെന്റ് നമുക്ക് ഇവിടെ ഒരു വോൺഹൈമിൽ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 100 സംതിങ് ആ ഒരു റേഞ്ചിലാണ്, നമ്മുടെ 200 സംതിങ്ങിലാണ് നമ്മുടെ റെന്റ് വരുന്നത്. നമുക്ക് ഇവിടെ ഇപ്പൊ വാട്ടർ കോസ്റ്റ് ഇല്ല, വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഇത് അടയ്ക്കണ്ട എക്സ്ട്രാ ആയിട്ട് ഹോസ്റ്റൽ ആയതുകൊണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഒരു 700-800-900 തേർഡ് ഇയർ 900 ആണ് കുറഞ്ഞത് കിട്ടുക. 1000 കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടുന്നത് ഞാനിപ്പം തേർഡ് ഇയർ സ്റ്റുഡന്റ് ആയതുകൊണ്ട് 20% നൈറ്റിൻ്റെത് അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ വർക്ക് ചെയ്യുന്നത് അതൊക്കെ കൂട്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട. ഒരു മിനിമം വെച്ചിട്ട് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിനാണെന്നുണ്ടെങ്കിൽ ഒരു 700 കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. 800 കിട്ടുന്നു, 900 ആവറേജ് അത്രയും ഏകദേശം കിട്ടും. അപ്പൊ വിത്തൗട്ട് എക്സ്പെൻസ്. ഓക്കെ, ഇനി ഇതിനകത്തുനിന്നാണ് നമ്മുടെ ജീവിത ചെലവെല്ലാം ഫുഡ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഇലക്ട്രിസിറ്റി അടയ്ക്കുന്നത്, പിന്നെ അത്യാവശ്യം ഫോൺ ബില്ല്, റെന്റ് ബില്ല്, വേറെ എല്ലാ കാര്യങ്ങളും ബാക്കി മിസ്ലേനിയസ് ആയിട്ട് വരുന്നതെല്ലാം സ്റ്റഡിക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ് അത് വാങ്ങിക്കണോ നമ്മള്? അത് നമ്മള് നോട്ട്ബുക്സ്, ടെക്സ്റ്റ് ബുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ കോളേജ് പ്രൊവൈഡ് ചെയ്യും. മിക്ക കോളേജസിലും ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യും. ചില കോളേജസിൽ ടെക്സ്റ്റ് ബുക്ക് അവര് ഇങ്ങനെ നമുക്ക് കൊടുക്കും. ബട്ട് അവർ തിരിച്ച് ഇപ്പൊ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ടെക്സ്റ്റ് ബുക്ക് ഞങ്ങളുടെ കോഴ്സ് കഴിയുമ്പോൾ തിരിച്ചേൽപ്പിക്കണം. അത് ഞങ്ങളുടെ കോളേജ് നമ്മളതില് ഇവരുടെ ഒരു ഇതനുസരിച്ച് നമ്മൾ അത് വരയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ബുക്ക് വേണം നമ്മള്. അപ്പൊ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവര് അതായത് നമ്മുടെ പരസ്യത്തിലോ അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് ഒരു 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ പേപ്പറിൽ കാണാം, കയ്യിലില്ല. ചെലവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ലക്ഷം ഒരു പകുതിയാകുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
പകുതിയാവും. പകുതിയേക്കാൾ അത് ചെലവ് പോലും. ചെലവ് അത് പോലെ. നമ്മുടെ ഓയിൽ ചെലവ് പോലെയാണ്. ചെലവ്. ചെലവ് പോലെയാണ്. ഇപ്പൊ നമ്മളിപ്പം ഈ 900 രൂപ കിട്ടി നമ്മളിപ്പം ഒരു 300-400 euro എടുത്തൊരു വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും റെന്റ് മാറുമ്പോൾ നമുക്ക് കയ്യിൽ കുറവായിരിക്കും. സേവിങ്സ് ചെയ്യാനുള്ള പൈസ ഭയങ്കര കുറവായിരിക്കും. അതായത് ഇപ്പൊ നമുക്കിപ്പം ഈ കഴിഞ്ഞ വാറിന് ശേഷമുള്ള ജർമ്മനി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇൻഫ്ലേഷൻ റേറ്റ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് എക്സ്പെൻസസ് ഒക്കെ ആണെങ്കിലും ഒരു 200 നമ്മള് കുറഞ്ഞത് 200 ആകും ഒരു മാസം. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, 200 രൂപ ഫുഡിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റുവാണെങ്കിൽ ഫോൺ ബിൽ, അതുപോലെ നമ്മുടെ ഇപ്പം നോർമലി താമസിക്കുന്ന ഒരാൾക്ക് വാട്ടർ ബില്ല്, ഹീറ്ററിന്റെ ബില്ല്, ട്രാവല്, അതായത് മന്ത്ലി നമുക്കൊരു 50-60 നമുക്ക് ട്രാവൽ കാർഡിന് തന്നെ ആവുന്നുണ്ട്. അതെല്ലാം നമ്മൾ സ്വയമേ എടുക്കേണ്ട സാധനങ്ങളാണ്. ഇതൊന്നും നമുക്ക് വേറെ എക്സ്ട്രാ തരുന്നില്ല. ഈ 1000-ലാണ് ഇതെല്ലാം പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്നൊരു ഹെഡിങ് കാണാണ് 1 ലക്ഷം രൂപയിൽ ജർമ്മനിയിൽ നഴ്സിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ആ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പൊ എങ്ങനെയൊക്കെ പോയാലും ഒരു മിനിമം 300 അല്ലെങ്കിൽ 200 നമുക്ക് സേവ് ചെയ്യാവുന്ന ഒരു എമൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, എടാ നമ്മളിപ്പോ നമ്മുടെ ഓരോരുത്തരുടെ ചെലവ് പോലെ ഇരിക്കും. അല്ല, എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു 100-200 മുമ്പിൽ അതെ, അത്രയും സേവിങ്സ് ചെയ്യാനുള്ള ഒരു അതുകൊണ്ട് പറയുവാണെങ്കിൽ അതെ, നമുക്ക് സേവിങ്സ് ചെയ്യാം. നമ്മൾ പിന്നെ ആൾക്കാർ അറിയണമല്ലോ. അതായത് ഒരു മിനിമം ഒരു 100-300 യൂറോ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ. നമ്മളിപ്പം നാട്ടിലിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, നാട്ടിൽ നമ്മളൊരു നഴ്സിംഗ് പഠിക്കണമെങ്കിൽ എത്ര ലക്ഷം നമ്മൾ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എടുക്കണം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ വന്നു B2 പഠിക്കേണ്ട ചെലവ്, നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യേണ്ട ചെലവ്, അതെല്ലാം നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഏജൻസിയിലാണെങ്കിൽ അവരെടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ ആരും ഏജൻസി വഴി വന്നവരല്ല. ഞങ്ങളെല്ലാം ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് ഈ ഇരിക്കുന്ന എല്ലാവരും ഏജൻസികൾക്ക് യാതൊരു പൈസ കൊടുക്കാതെ വന്നിരിക്കുന്നവരാണ്. സോ ഐ പ്രിഫർ എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇപ്പം MIG കൂടെ ആണെങ്കിലും ഇങ്ങനെ ഒരു ചാനലിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റ് ട്രാപ്പുകളിലും മറ്റും പോയി വീഴുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ പറ്റിക്കപ്പെടാൻ നിൽക്കുന്ന കൊച്ചുങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആരും ഒരു പൈസയും അങ്ങനെ കൂടുതൽ ചെലവാക്കി വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരും അതുപോലെ പൈസ ചെലവാക്കി വന്നവരല്ല. സോ അങ്ങനെ ട്രാപ്പിലായിരിക്കുന്നവരെ രക്ഷിക്കാൻ കൂടി നിങ്ങൾ ഈ MIGയുടെ ഇൻഫർമേഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു ഇൻഫർമേഷൻ ആണ്. ചെയ്യുന്നൊന്നുമല്ല, അത് തന്നെ. ഞങ്ങള് ജസ്ലിൻ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് പറയുന്നത്, നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു ഈ പോഡ്കാസ്റ്റിലൂടെ. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ അവര് തന്നെ ഇല്ല, അവർക്ക് വരണം ഇത് കാണുന്ന ആർക്കാണെങ്കിലും നിങ്ങളുടെ ഇങ്ങനൊരു ജർമ്മനിലേക്ക് വരാൻ പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്തിരിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരു പൈസ ഇല്ലാതാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ അല്ല, നമ്മളിപ്പോ നാട്ടിൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മളുടെ പേരൻസ് വേണം നമുക്ക് വേണ്ടിയിട്ട് ലോൺ എടുക്കാനും ചെലവിന് വേണ്ടിയിട്ട് പൈസ തരാനും ഹോസ്റ്റലിലും എല്ലാം പൈസ തരാൻ വേണ്ടി. ബട്ട് അതിനകത്തൊരു നല്ല കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഈ 3 വർഷത്തോളം എന്റെ പേരൻസിനെ ഇത് ചെയ്യാതെ ഞാൻ സ്വയമായിട്ടാണ് ഈ 3 വർഷം എന്റെ കാര്യങ്ങൾ ചെയ്തു തീർത്തത്. അത് നമ്മുടെ നാട്ടില് നിന്ന് പഠിക്കുമ്പോൾ അത് നമുക്ക് പറ്റില്ല. അതാണ് ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഇവിടെ വന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഈ കുറഞ്ഞ സേവിങ്സ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ വീട്ടിലെ ഫുള്ള് സപ്പോർട്ട്. എനിക്കറിയാം, കാരണം ഇവിടെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെ, നിങ്ങളൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നവരല്ലേ. ഇവിടെ നമുക്കിപ്പം ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ആർബൈക്കേവറിന്റെ കൂട്ടിരിക്കും ജോലി തരുന്ന. പക്ഷെ എന്നാലും സ്റ്റിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലേ? അതായത് വീട്ടിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു അതെ, അപ്പം നമുക്ക് എന്റെ കൂടെ തന്നെ മിനി ജോബ് ചെയ്യാനുള്ള അവസരമുണ്ട്. മിനി ജോബ് എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന പിള്ളേർക്ക്, ഹൗസ് ബിൽഡിംഗ് നേഴ്സിംഗ് പഠിക്കുന്നവർക്ക് ആഴ്ചയിൽ 10 മണിക്കൂർ വേറെ എക്സ്ട്രാ ജോബ് അവർക്ക് ഫ്രീ ആണെങ്കിൽ ചെയ്യാം. അതെല്ലാം പോസിബിൾ ആണെങ്കിൽ, അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാം, സമയമുണ്ടെങ്കിൽ. സമയം ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിന് കൂടെ എക്സ്ട്രാ ഒരു ജോബും കൂടെ ചെയ്യാം. ആഴ്ചയിൽ 10 മണിക്കൂർ, അതിന് 520 യൂറോ മന്ത്ലി. അത് ഗവൺമെന്റ് നമുക്ക് അനുവാദം തരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ശരിക്കും ലാഭമാണ്. അതായത് നമുക്കൊരു എക്സ്ട്രാ ഹാൻഡ് ആർക്കെങ്കിലും ചെയ്യണം. നമ്മളിപ്പോ നമ്മളുടെ ആരോഗ്യം പോലൊക്കെയാണ് അതൊക്കെ കേട്ടോ. ഞാനിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 3 വർഷം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇതുപോലെ പഠിക്കേണ്ടേയും അതുപോലെ നമുക്ക് 8 hours ഷിഫ്റ്റും കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഒരു വേറൊരു എക്സ്ട്രാ ജോബ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയും അത് എത്ര കൊച്ചുകൾക്ക് പറ്റുമെന്ന് അറിയില്ല. ചെയ്യുന്നവരുണ്ട്. ശരിയാണ്, അത് സിറ്റുവേഷന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്. എനിക്ക് ഇത്ര മനസ്സിലായുള്ളൂ. അതായത് ബുദ്ധിമുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ബാരിയർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ സ്വന്തം കാലിൽ പഠിച്ച് അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റും. ആൻഡ്
പിന്നെ ജോലി എന്തായാലും കിട്ടും. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സേവിങ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു 18ാമത്തെ വയസ്സ് തൊട്ട് സ്വന്തം കാര്യം നിന്ന് വേണമെങ്കിൽ കുടുംബത്തെയും അല്ലെങ്കിൽ വീട്ടുകാരെ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം ടേക്ക് ചെയ്യാൻ ടോട്ടലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നല്ല പറഞ്ഞത്. പക്ഷെ ചെറുതായി ചെറിയൊരു രീതിയിൽ 18-19 വയസ്സിൽ നമ്മളെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമില് നാട്ടിൽ നിന്ന് പഠിക്കുന്നതിലും ഭേദം നമ്മൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. അത് നമ്മളിപ്പോ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ നമ്മുടെ പേരൻസ് അത്രയും പൈസ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം അതാണ്. നമ്മളിപ്പോ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവർ ഹൗസ് ബിൽഡും ഇങ്ങോട്ടേക്ക് സ്റ്റൈപ്പൻഡ് എന്ന് തരുന്നതിന്റെ നമ്മൾ 10ാം ക്ലാസ് ഇവിടെ പറയും. പക്ഷെ നാട്ടിൽ നിന്നൊക്കെ 10ാം ക്ലാസ് പാസ്സായിട്ട് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി ഒരു 13th ഡിഗ്രി നമുക്ക്, അതായത് നമ്മൾ 13th ക്ലാസ്സിലേക്കും കൂടെ പോയിരിക്കണം എന്നാണ് അബിറ്റോർ എന്ന് പറയുന്നത്. അബിറ്റോർ എന്നാണ് അതിന് പറയുക. കാരണം ഇപ്പൊ ഈ നഴ്സിംഗ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിർത്തേണ്ടി വന്നാലും നിങ്ങൾക്ക് ബാച്ചിലേഴ്സിലേക്ക് മാറണമെങ്കിൽ ഈ +2 പഠിച്ചത് വളരെ ഉപകാരമായി. ഹൗസ് ബിൽഡിങ്ങിന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു നല്ലത് അല്ലെങ്കിൽ ഇവിടുത്തെ ഹൗസ് ബിൽഡിംഗ് നാട്ടിലെ നേഴ്സിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ഇല്ല, അത് ഡിഫറൻസ് പറയാൻ പറ്റും. കാരണം നേഴ്സിംഗ് നാട്ടിൽ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേഴ്സിംഗ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ പഠിത്തം നമ്മൾക്ക് ഡിഫറൻസ് ആണ്. ഇപ്പൊ കെയർ ആണ് ഇവർ കൂടുതൽ കെയർ ബേസ്ഡ് ആണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഈ ഹൗസ് ബിൽഡിംഗ്, അതായത് ഇപ്പൊ ഞങ്ങൾ 3 പേരും ചെയ്യുന്ന ഹൗസ് ബിൽഡിംഗ് എനിക്ക് പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് ഹൗസ് ബിൽഡിംഗ് ആണോ ഹൗസ് ബിൽഡിംഗ് ആണോ ശരിക്കും ജർമ്മൻ ലാംഗ്വേജിൽ ഹൗസ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഹൗസ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ പഠിക്കുന്ന ഹൗസ് ബിൽഡിംഗിന്റെ പേരാണ് ഹൗസ് ബിൽഡിംഗ് Pflegefachmann. അതായത് ഞാനിപ്പോ 3rd ഇയറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് ഞങ്ങളുടെ ബാച്ച് തൊട്ടാണ് ഈ ഹൗസ് ബിൽഡിംഗ് ഈ സിലബസ് ഇവിടെ വന്നത്. സബ്ടൈറ്റിൽ ഉണ്ടോ? സബ്ടൈറ്റിൽ അല്ല, ഞാൻ ഷോർട്ട് ഫോം അല്ല, നിങ്ങൾക്ക് പറയാൻ പാടാണ്. ഇത്രയും വലിയ സാധനത്തിന്റെ മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സാധാരണക്കാർ മനസ്സിലാക്കാൻ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ നേഴ്സിംഗ് സ്റ്റഡീസ് എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു സിലബസ് ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ അത് 2020 തൊട്ടാണ് ഈ കോഴ്സ് തുടങ്ങിയത്. നേരത്തെ ഉണ്ടായിരുന്ന ഗസുണ്ടായിറ്റ്സ് und Krankenpflege അല്ല Krankenpflegerin എന്ന് പറയുന്ന കോഴ്സ് ആയിരുന്നു. ഈ കോഴ്സിന്റെ പേര് സെയിം BSc നഴ്സിംഗ് തന്നെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഈ ഒരു നഴ്സിംഗ് നമ്മൾ ജനറൽ നഴ്സിംഗ് ആയിട്ടാണ്. ഇത്രയും നാളും BSc ഡിഗ്രി നഴ്സിംഗ് ആയിരുന്നു ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. 2020 തൊട്ടുള്ള ഞങ്ങളുടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ ജനറൽ നഴ്സിംഗ് Generalisierte Ausbildung അല്ലെങ്കിൽ Generalisierte എന്നാണ്. ഈ ഒരു ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹൗസ് ബിൽഡിംഗ് പാസ്സായി കഴിഞ്ഞാൽ, ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും ഈ ഹൗസ് ബിൽഡിംഗ് വെച്ചിട്ട് വേറൊരു എക്സ്ട്രാ പേപ്പേഴ്സ് ഇല്ലാതെ വർക്ക് ചെയ്യാം. അതാണ് ഈ ഹൗസ് ബിൽഡിംഗ്. അതായത് യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠനം നടക്കുന്ന വലിയ സാധനത്തിൽ എവിടെ വേണമെങ്കിലും പോയി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതെ. സ്വിറ്റ്സർലാൻഡ് യൂറോപ്യൻ യൂണിയനിലാണോ യൂറോപ്പ് മൊത്തമാണോ? യൂറോപ്പിൽ ഫുൾ. യൂറോപ്പിൽ ലാംഗ്വേജ് ബാരിയസിലുള്ള കൺട്രീസിൽ നമ്മൾ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. ബട്ട് ഇത് അവിടെ അനർക്കാണ്ടാണ്. അതായത് ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പഠനത്തിലേക്ക് കിടക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബസൈറ്റ് എന്ന് പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെ 6 months ടൈം ഉണ്ട്. ഈ ഹൗസ് ബിൽഡിംഗ് തുടങ്ങുമ്പോ ആദ്യം 6 മാസം നമുക്ക് കുറച്ച് പേടിപ്പിക്കുന്ന ഒരു സമയമാണ്. അതായത് ഈ 6 മാസത്തിലാണ് നമുക്കൊരു തീരുമാനം വരുന്നത് ഈ ഹൗസ് ബിൽഡിംഗിൽ നമ്മൾ എലിജിബിൾ ആണോ എന്ന് നമ്മൾ ചേർന്നിരിക്കുന്ന കോളേജ്. റിയൽ ലൈഫ് എക്സാമ്പിൾ ടോണി മുഖത്ത് പേടിച്ചു. അങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ടെൻഷൻ ഉള്ള ഒരു ടൈമാണ്. കാരണം അതിനുശേഷം മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഹൗസ് ബിൽഡിംഗിൽ പ്ലേസ് കിട്ടി എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി, അതായത് ഇപ്പൊ B2 കഴിഞ്ഞു, B2 കഴിഞ്ഞിട്ട് നേരെ അപ്ലൈ ചെയ്ത് നേരെ കിട്ടിയിട്ട് നേരെ അപ്ലൈ ചെയ്തു. ഡയറക്റ്റ് ഹൗസ് ബിൽഡിംഗിനല്ല ഞങ്ങൾ വന്നത്. FSCയോട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഹൗസ് ബിൽഡിംഗിന് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഹൗസ് ബിൽഡിംഗ് കിട്ടിയിട്ട് ഫസ്റ്റ് ഇയറിൽ കയറി. ഫസ്റ്റ് ഇയറിലുള്ള സംഭവമാണ് പ്രൊബേസൈറ്റ്. ഫസ്റ്റ് ഇയർ കയറുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് നിങ്ങൾ മറക്കരുത്. കോളേജസിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവര് നമ്മളെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു ഡേറ്റ് തരും. നമുക്ക് ഇന്റർവ്യൂവിന് ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമ്മൾ പോയിട്ട് ജർമ്മനിയില് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതാണ് ഞങ്ങൾ പറഞ്ഞത്. B2 അത്യാവശ്യമാണ്. ഇങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് അവര് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ അറിയില്ലെങ്കിൽ നമ്മൾ എലിജിബിൾ അല്ലാന്ന് പറഞ്ഞാൽ നമ്മളെ അവര് തട്ടിക്കളയും. അല്ല, ഫസ്റ്റ് എനിക്ക് നടന്നെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ നടക്കുന്നതിന് മുമ്പ് എനിക്കൊരു എക്സാം പോലെ ഉണ്ടായിരുന്നു.
ആ എക്സാമിന് പാസ്സായാൽ മാത്രമേ എന്നെ പിന്നെ ഒരു ഇന്റർവ്യൂവിനോട്ട് കേട്ടിട്ടുള്ളൂ. റൈറ്റിംഗ് ആയിരുന്നു അതാണെങ്കിൽ ഫുൾ നേഴ്സിംഗിന്റെ ബേസ് വെച്ച് ഉള്ള എല്ലാം നമ്മൾ ഇത് നേഴ്സിംഗ് പഠിക്കുന്നതിന് മുമ്പ് അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. ഓരോരുത്തർക്ക് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഇവൾക്കുണ്ടായിരുന്നത്. അത് കോളേജസ് ടു കോളേജ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എന്നാൽ ഇന്റർവ്യൂ കോമൺ സാധനമല്ലേ, എല്ലാവർക്കും ഇന്റർവ്യൂ ജസ്റ്റിന പറഞ്ഞ പോലെ സെയിം ഇതാണ്. ഇപ്പം ജസ്റ്റിന പറഞ്ഞ സെയിം എക്സാം തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും എഴുതി. അന്ന് എനിക്ക് ലാംഗ്വേജിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ എനിക്കത് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അന്ന് ഞാൻ B1 ലെവൽ ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടാത്തതിന്റെ ആ സിറ്റുവേഷൻ അതെ. കാരണം ലാംഗ്വേജ് ലെവൽ എനിക്ക് B1 ഉള്ളായിരുന്നു. ആ B1 ലെവൽ വെച്ചിട്ട് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് B1 പഠിച്ചിട്ട് വന്നിട്ട് അതൊന്നും ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. അന്നേരം ആ എക്സാം എഴുതിയപ്പോ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ സോഷ്യൽ സർവീസ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് 1 ഇയർ കണ്ടിന്യൂ ചെയ്തു. അന്നത്തേക്ക് ലാംഗ്വേജ് ഏകദേശം സെറ്റ് ആയി. B2 ആയി. പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്തു. അന്നേരം ഞാൻ അതുപോലെ ഒരു കോളേജിൽ അപ്ലൈ ചെയ്തു. നമ്മുടെ മോട്ടിവേഷൻ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മള് വെബർ റൂം എന്ന് പറയും, അത് മോട്ടിവേഷൻ ലെറ്റർ അയക്കണം. പിന്നെ നമ്മുടെ ബയോഡേറ്റ അയക്കണം. എന്നിട്ട് അത് അയച്ചു കഴിയുമ്പോൾ അവർ നമുക്കൊരു ഡേറ്റ് ഒരു ഇന്റർവ്യൂവിന്. ഞാൻ അപ്ലൈ ചെയ്ത കോളേജിൽ ഇന്റർവ്യൂ മാത്രമേ ഉള്ളായിരുന്നു, എക്സാം ഇല്ലായിരുന്നു. അപ്പൊ ഇന്റർവ്യൂവിന് ഡേറ്റ് വന്നു. ഇന്റർവ്യൂവിന് ചെന്നു. നമുക്ക് എനിക്ക് ഇന്റർവ്യൂവിന് ജസ്റ്റ് എന്തൊക്കെയാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്, എന്താണ് ഇൻട്രസ്റ്റ്, എന്തുകൊണ്ടാണ് ഈ ഇൻട്രസ്റ്റ് വരാൻ കാരണം നഴ്സിംഗ് ഫീൽഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു എന്നോട് ചോദിച്ചത്. എന്നോട് അത് അങ്ങനെ ചോദിച്ചേ. പക്ഷെ എന്റെ ബാച്ചിലുള്ള കുറെ പേർക്ക് ആ ടൈമിൽ വേറെ ദിവസം കൊടുത്തപ്പോ അവർക്കൊരു നഴ്സിംഗ് ഒരു വീഡിയോ കൊടുത്തു. ഒരു ഫ്ലാഗ് നഴ്സിംഗ് കെയറിന്റെ ഒരു വീഡിയോ അവര് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിനെപ്പറ്റി അവര് സംസാരിക്കാൻ പറഞ്ഞു. അത് ഓരോരുത്തരെ ലക്ക് പോലിരിക്കും, ഓരോരുത്തരുടെ പോലെ ചെയ്യുന്നത്. അവര് നോക്കുന്ന വെച്ചാൽ നമുക്ക് ലാംഗ്വേജ് ഉണ്ടോ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, നമുക്കിത് പറ്റുമോ. ഇതിലും പേടിപ്പിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് വിസ ഇന്റർവ്യൂ. അതെ. അപ്പൊ നമ്മളുടെ ലാംഗ്വേജ് അപ്പോഴും നമ്മൾക്ക് അതെ എന്റെ കൂടെ ഉണ്ടായിരുന്ന 1-2 കൂട്ടുകാർക്ക് ജർമ്മനിലും കുറച്ച് പേർക്ക് ഇംഗ്ലീഷിലുമായിരുന്നു. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു എന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെയും നമ്മുടെ സ്കിൽസ്, അത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവിടെയും നമ്മൾക്ക് കൃത്യമായിട്ട് വേണം. അതുകൊണ്ട് ആരും കളിപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് വരും അങ്ങനെയുള്ള പ്ലാനുകൾ വരുന്ന കുട്ടികളോട് ഞാൻ പറയാണ്, അവിടെയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. കാരണം അപ്പൊ നമുക്ക് കുറച്ചെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. കൂടുതൽ വരുന്നത് നാട്ടിൽ നിന്ന് B2 പഠിച്ചു. ഞാൻ അപ്ലൈ ചെയ്തു. വിസ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. വിസ ഇന്റർവ്യൂ കഴിഞ്ഞു. ഇവിടെ എനിക്കൊരു ആളെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അപ്പൊ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത സ്റ്റേജ് എന്താ? ആ ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് നമ്മുടെ കോളേജ് നമ്മളെ ഇൻഫോം ചെയ്യും. അതിനുശേഷമാണ് ടോണി ഇപ്പൊ പ്രോബസൈറ്റിലേക്ക് കയറിയത്. നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രൊബേഷൻ. 6 months ആണ് പ്രോബസൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ബ്ലോക്ക് തിയറി ക്ലാസ് ആയിരിക്കും. ഒരു 1 month അല്ലെ 1.5 month തിയറി ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 month പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരിക്കും. അതായത് നമ്മുടെ കോളേജിന്റെ ഹോസ്പിറ്റലിലായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും പല ഇത് കിട്ടും, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടും. അപ്പൊ അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ടൈമിൽ തന്നെ ആദ്യത്തെ തിയറി ബ്ലോക്കിന്റെ സമയത്ത് നമുക്ക് ആദ്യം ഒരു എക്സാം നടത്തും. എനിക്കുണ്ടായിരുന്നു. എനിക്ക് എക്സാം മാത്രം മീൻസ് റൈറ്റിംഗ് എക്സാമേ ഉള്ളായിരുന്നു എനിക്ക് ആദ്യത്തെ ഇത്. അതിനുശേഷം പിന്നെ പ്രാക്ടിക്കലിന്റെ ടൈമില് നമ്മുടെ പ്രാക്ടിക്കൽ തുടങ്ങുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ വർക്കിംഗ് പ്ലേസില് ഒരു ഇന്റർവ്യൂ പോലും മീൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അവര് പറഞ്ഞുതരും. അതിനുശേഷം ഇതിന്റെ ഒരു മിഡ് ആകുമ്പോഴത്തേക്കും ഇടയ്ക്കാകുമ്പോഴത്തേക്ക് ഒരു മാസത്തിന് പകുതി ആകുമ്പോഴത്തേക്ക് ഒരു റിവ്യൂ സെഷൻ പോലെ സ്കൂളിൽ നിന്ന് ടീച്ചർ വരും. അതായത് കോളേജിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് ടീച്ചർ വന്ന് നമ്മളെ കുറിച്ചുള്ള ഒരു റിവ്യൂ നടത്തും. അവർ നമ്മുടെ സ്റ്റേഷന്റെ മെയിൻ ആളുമായിട്ട് ഇരുന്നിട്ട് ടീച്ചർ വന്നിട്ട് നമ്മളെ ഇത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ടാക്ക് കഴിയുന്ന ദിവസം ഒരു 3 ഇന്റർവ്യൂ ഉണ്ട്. അതില് ലാസ്റ്റ് ഡേയില് വേണമെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർ വേണമെങ്കിൽ വന്ന് നമുക്ക് ഇന്റർവ്യൂ നടത്താം. അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്റ്റാഫുമായിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു,
നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും നമ്മളോട്. ഓക്കെ. എന്നിട്ട് അവർ റിവ്യൂ നമുക്ക് തുടങ്ങുമ്പോ ഒരു വലിയൊരു ഫയൽ തരും പ്രാക്ടിക്കൽ തുടങ്ങുമ്പോൾ. ആ പ്രാക്ടിക്കൽ വരുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർ മാർക്കൊക്കെ ഇട്ടിട്ട് അവസാനം നമുക്ക് അത് തന്നു വിടും. ഈ പ്രാക്ടിക്കൽ കഴിയുമ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന് കോളേജിൽ സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്കൻഡ് ബ്ലോക്ക് തുടങ്ങും, തിയറി ക്ലാസ് തുടങ്ങും. അതായത് ഇത് പ്രൊബേഷന്റെ ടൈമില് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ പ്രൊബേഷൻ കയറി, പിന്നെയും ഒരു ഇന്റർവ്യൂ ഉണ്ട് പ്രൊബേഷൻ. ഇതിന്റെ ഇടയ്ക്ക് എക്സാംസ്, ഇന്റർവ്യൂസ് അങ്ങനെ ഉണ്ട്. അത് നമ്മൾ പഠിക്കുന്ന ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്റർവ്യൂ അത് പറഞ്ഞു വരുന്നു. നാട്ടിലേക്ക് വിടുവോ? അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് തിയറി ബ്ലോക്ക് തുടങ്ങുമ്പോ ഇപ്പൊ ഞാൻ സെക്കൻഡ് തിയറി ബ്ലോക്കിലാണ്. പ്രൊബേഷൻ കഴിഞ്ഞിട്ടുള്ളത്? പ്രൊബേഷൻ കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ പ്രൊബേഷന് ഈ 6 മാസത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതെ. അപ്പം ഇതിപ്പോ ഞാനിപ്പോ എന്റെ 4th month ആണ്. ഇത് വ്യത്യാസം ഉണ്ടാവുകയോ ഇപ്പൊ ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അത് കോളേജ് ടു കോളേജ് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കോളേജ് പോലെ ജസ്റ്റിന പഠിക്കുന്ന കോളേജ്. അതെ. പക്ഷെ ഏകദേശം ഇതേപോലെ തന്നെയാണ്. അതായത് പ്രൊബേഷൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സാംസ് ഉണ്ടാവും, ഒരു റിവ്യൂസ് 2-3 റിവ്യൂ സെഷൻസ് ഉണ്ടാവും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്റ്റേഷനും സ്കൂളുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവും. എന്നിട്ട് അവിടെ നമുക്ക് ഫീഡ്ബാക്ക് ഒരു മാർക്ക് തരും, സ്കോർ തരും. ആ സ്കോർ നമ്മുടെ ഈ പ്രൊബസൈറ്റിലെ ടൈമില് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആ സ്കോർ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള ഫെയ്റ്റ് ഇരിക്കുന്നത്. നമുക്ക് ഈ സമയത്തൊക്കെ കിട്ടുന്ന ഓരോ സ്കോർ ഉണ്ട്, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സ്കോർ കിട്ടും ലാസ്റ്റ്. അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒരു തിയറി എക്സാമും ഒരു പ്രാക്ടിക്കൽ എക്സാമും. എനിക്ക് പക്ഷെ അങ്ങനല്ല, ഓരോ കോളേജ് ബേസ്. എനിക്ക് ആദ്യത്തെ ബ്ലോക്ക് കഴിഞ്ഞപ്പം ആദ്യത്തെ ഒരു എക്സാം ഇട്ടു, അതിനുശേഷം പിന്നെ പ്രാക്ടിക്കൽ തുടങ്ങിയത്. അത് കഴിഞ്ഞ് 1.5 മാസം അതിന്റെ ഇന്റർവ്യൂസും പിന്നെ അവിടെ നമുക്ക് അതിന്റെ സ്കോർ കിട്ടി. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ സെക്കൻഡ് തിയറി ബ്ലോക്കിലാണ്. ആ തിയറി ബ്ലോക്കിലാണ് എന്റെ പ്രൊബസൈറ്റ് എക്സാം തുടങ്ങിയത്, മെയിൻ എക്സാം തുടങ്ങുന്നത്. അന്നേരവും ആ പഴയ എക്സാമിന്റെ ഇവിടെ എക്സാം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ആയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ആയിട്ടുണ്ട്. ഇതിൽ രണ്ടിനും നമ്മൾ നല്ല രീതിയിൽ സ്കോർ ചെയ്താലേ ഈ പ്രൊബസൈറ്റിന്റെ മാർക്ക്, അവർ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നോക്കിയിട്ടാണ് പ്രൊബസൈറ്റിന്റെ മാർക്ക് അവിടെ ഇടുന്നത്. ഞങ്ങൾക്ക് എന്റെ സെക്കൻഡ് ബ്ലോക്ക് തുടങ്ങിയപ്പം എന്റെ സ്പീക്കിംഗ് കഴിഞ്ഞു, സ്പീക്കിംഗ് എക്സാം കഴിഞ്ഞു. ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത റൈറ്റിംഗ് എക്സാമിനാണ്. ഇപ്പൊ റൈറ്റിംഗ് എക്സാമിന്റെയും സ്പീക്കിംഗ് എക്സാമിന്റെയും പഴയ കിട്ടിയ എക്സാമിന്റെയും പിന്നെ എന്റെ ഇപ്പൊ പ്രാക്ടിക്കൽ കഴിഞ്ഞ എക്സാമിന്റെ പോയിന്റും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അവരൊരു വിലയിരുത്തലുണ്ടാക്കും. അതിനുശേഷം ഇപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ തിയറി ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ തുടങ്ങുന്നുണ്ട് ഫെബ്രുവരി എൻഡോടെ. ആ സമയത്ത് കോളേജിൽ നിന്ന് നമുക്ക് ഒരു ടെർമിൻ തരും, അന്നേരം നമ്മളെ വിളിക്കും. എന്നിട്ട് കോളേജിലെ മെയിൻ ആളും നമ്മുടെ ക്ലാസ്സിലെ ഓരോ ലീഡിങ് ഫാക്കൽറ്റി കാണും, ക്ലാസ് ടീച്ചറും ആയിട്ട് നമ്മളൊരു ഇതുണ്ട്, ഒരു ചെറിയ എങ്ങനെയുണ്ട് ഇപ്പൊ, നിനക്ക് എങ്ങനെ തോന്നുന്നു, പോരാ എന്നിട്ട് പറയും ടോണിയുടെ മാർക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എനിക്ക് ലാംഗ്വേജിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, കണ്ടിന്യൂ അത് എനിക്കറിയത്തില്ല, ഇനി ബാക്കി എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഇത്ര വരെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റിനയുടെ കാര്യങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് സെക്കൻഡ് ഇയറിലേക്ക് പഠനത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തീരെ ഒരു തീ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ കടന്നു ഇനി എല്ലാവരും ശരിയായി, ഇനി രക്ഷപ്പെട്ടെന്നുള്ള രീതിയില്. അങ്ങനെയാണ് അടുത്ത തിയറി ബ്ലോക്ക് വരുന്നത്. ആ തിയറി ബ്ലോക്ക് വന്നതോടെ ഞാൻ മനസ്സിലായി ഇത് ശരിയാവില്ല. ഞാൻ അന്നാണ് ഞാൻ അറിയുന്നത് നമ്മൾ ഓരോ പഠിച്ചു തുടങ്ങുമ്പോ എന്തായാലും അതിന്റെ ഡിഫിക്കൽട്ടി ഇത് കൂടി വരും. ഇത്രയും 3 ടെക്സ്റ്റ് പഠിച്ചെടുക്കണ്ടായി, അങ്ങനെ എന്തായാലും പാടാണ്. എന്ന് പറഞ്ഞാല് പ്രൊബസൈറ്റ് ചെയ്യുമ്പോ നമുക്കൊരു റിലീഫ് കിട്ടും. കാരണം ഒരു റീസൺ ഇല്ല നമ്മളെ പറഞ്ഞു വിടത്തില്ല എന്നൊരു റിലീഫ് കിട്ടും. പിന്നെ പഠിക്കുന്നതിന്റെ ഓരോ സോഴ്സസ് കൂടിയിരിക്കും. ഈ ബുക്ക് അല്ലാണ്ട് വേറെ സോഴ്സസ് ഉണ്ടോ? അല്ല, മീൻസ് ടോപ്പിക്സ് പഠിക്കുന്ന അതായത് പഠിക്കുന്ന കാര്യങ്ങളിലെ ഇത് കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ ഒപ്പം നിങ്ങൾ ജോലി ചെയ്യണം. ജോലി ഇൻ ദ സെൻസ് അത് ജോലിയല്ല,
നമുക്ക് ഒരു നഴ്സിംഗ് ഹോസ്പിറ്റലിൽ തിയറി പ്രാക്ടിക്കൽ പഠിച്ച സാധനം പ്രാക്ടിക്കലായിട്ട് പഠിച്ച തിയറി പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രാക്ടിക്കൽസ്. അതാണ് ജോലി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രാക്ടിക്കൽ സെക്ഷൻ, തിയറി സെക്ഷൻ. അതായത് നമ്മൾ പഠിക്കുന്ന സംഭവങ്ങൾ നമ്മൾ സ്പോട്ടിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ശരിയാണ്. ഒരു കാര്യം നമുക്ക് പഠിച്ചത് ചെയ്ത് ട്രൈ ചെയ്യാനുള്ള. ഇനി അടുത്തത് മൂന്നാമത് കാര്യം കഴിഞ്ഞിട്ടില്ല. എനിക്ക് അറിയത്തില്ല, ജസ്റ്റിനയുടെ പ്രൊഫസൈറ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിനെക്കാട്ടി എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതിൽ നിന്ന് ഇതൊന്നും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ടോണി പറഞ്ഞതില് വ്യത്യാസം കണ്ടെന്ന് വെച്ചാല് ഞങ്ങളുടെ കോളേജില് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പൊ ഒറ്റ എക്സാം, അതായത് ഒരു സ്പീക്കിംഗ് എക്സാമും ഒരു റൈറ്റിംഗ് എക്സാമും, അതായത് തിയറി ബേസ്ഡ് എക്സാംസും പ്രാക്ടിക്കൽ ബേസ്ഡ് എക്സാംസുമാണ് മെയിൻ ആയിട്ട് അവർ നോക്കുന്നത്. രണ്ടിലും നമ്മൾ എഫിഷ്യന്റ് ആണോ നോക്കിയിട്ട് മാത്രമേ നമുക്ക് നഴ്സിംഗിലേക്ക് കയറാനുള്ള അനുവാദമുള്ളൂ. അതിലാണ് നമുക്കിപ്പം പ്രാക്ടിക്കൽ സൈഡിൽ നമ്മളിപ്പോൾ ഭയങ്കര വീക്കാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടു പഠിക്കുന്നില്ല, നമ്മൾ പഠിപ്പിച്ച് കാണിച്ചു തരുന്നത് നമുക്ക് മനസ്സിലാവണില്ല, ലാംഗ്വേജ് ഇല്ല എന്നുള്ള കേസസ് ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഒരാളെ പുറത്താക്കണം, അല്ലെങ്കിൽ അവർ തന്നെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും ലാംഗ്വേജ് ഭയങ്കര കുറവാണ്, സോ പ്ലീസ് ഈ കോളേജ് മാറണം എന്ന് പറഞ്ഞ് ജീവിതം തീർന്നതല്ല. അതിനുശേഷം നമുക്കിപ്പം ലാംഗ്വേജ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ചെയ്യാം, എന്നിട്ട് ഉടനെ നമുക്ക് വേറൊരു മറ്റു കാര്യങ്ങളൊക്കെ വഴികളുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഓരോ സംഭവത്തിന് ലാംഗ്വേജ് അതെ, ജസ്റ്റിനെ പറഞ്ഞ സത്യമാണ്, വില്ലൻ കഥാപാത്രം ലാംഗ്വേജ് ആണ്. കാരണം നമ്മൾ കൂടുതൽ പഴയ ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട്, നമുക്ക് പ്രാക്ടിക്കല് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ഇപ്പൊ പേഷ്യൻസ് വരുന്നത് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരുണ്ട്. പക്ഷെ കൂടുതലും പഴയ പ്രായമുള്ളവർക്ക് ജർമ്മൻ മാത്രമേ അറിയത്തുള്ളൂ. നമുക്കിപ്പോ പ്രാക്ടിക്കൽ സെക്ഷൻ സമയത്ത് നമുക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ ഇപ്പൊ ഒരു B2 ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്പീക്കിംഗ് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ കാര്യമില്ല. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. യൂഷ്വൽ സംഭവം തന്നെ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇത് വേണം. പിന്നെ എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഏകദേശം 2 പേരാണ് അല്ലെങ്കിൽ 3 പേരാണ് കോമൺ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ എന്തായാലും ഉണ്ടാവും, മസ്റ്റ് ഒരു റിട്ടേൺ എക്സാം എന്തായാലും ഉണ്ടാവും, സ്പീക്കിംഗും റിട്ടേണും. അത് ഏതും ആകാം. അപ്പൊ നമ്മൾ ഓരോ മൊഡ്യൂൾസ് ആണല്ലോ, നമ്മൾ ഓരോ കാര്യങ്ങളല്ലേ പഠിക്കുന്നത്, അപ്പൊ അതെല്ലാം ഓരോ സെപ്പറേറ്റഡ് മൊഡ്യൂൾസിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഹൈജീൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂള്, അല്ലെങ്കിൽ വേറെ കെയറിന്റെ ഒരു മൊഡ്യൂള്, കെയർ എങ്ങനെ ചെയ്യേണ്ട, മെയിൻ കെയർസിനെ പറ്റിയുള്ള ഒരു മൊഡ്യൂള്, അങ്ങനെ ഓരോ മൊഡ്യൂൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ മൊഡ്യൂൾസിനും അതിന്റേതായ എക്സാംസ് ഉണ്ട്. എല്ലാ ഇയറിലും ഓരോ സ്വയഗ്നസ് എന്ന് പറയുന്നത്, അതായത് എല്ലാ ഇയറിന്റെയും ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ആ റിസൾട്ടില് നമ്മൾ എഴുതിയ എല്ലാ മൊഡ്യൂൾസിലും ഏത് ഗ്രേഡ് ഉണ്ടോ അതിന്റെ ഒരു ഇതെടുത്തിട്ട് ഒരു ഗ്രേഡ് ആണ് നമുക്ക് ഓരോ വർഷത്തിൽ കിട്ടുക. ഇപ്പൊ എനിക്കിപ്പം 3rd ഇയറിലെയും 3 ഇയറിലെയും എക്സാം റിസൾട്ട്സ് വന്നു. അപ്പൊ അതിൽ പാസ് ആവുന്നതും കൂടി നോക്കിയിട്ടാണ് ബാക്കി മുമ്പോട്ടേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മളിപ്പം അതുകൊണ്ട് ഒരു മൊഡ്യൂളിൽ തോറ്റത് കൊണ്ട് നമ്മൾ പാസ്സാവാതിരിക്കുമല്ലോ, നഴ്സിംഗ് ആ ഇയർ പോവില്ല. അതായത് ഇപ്പം ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 എക്സാം ഉണ്ടെങ്കിൽ ഒരെണ്ണം തോറ്റു കഴിഞ്ഞാലും ബാക്കി 9 എണ്ണം നമ്മൾ മേക്കപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇയറിൽ നമുക്ക് പാസ്സായി കിട്ടും. അതെ, കഴിഞ്ഞ 2 1.5 വർഷം മുമ്പ് വരെ നമുക്ക് രണ്ടാമത് എഴുതാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റ് കഴിഞ്ഞിടയ്ക്ക് അത് മാറ്റുകയും ചെയ്തു. നോർമലി ഈ കോഴ്സ് തുടങ്ങി കഴിഞ്ഞ് രണ്ടാമത് എഴുതാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അത് ഞങ്ങൾ ഇപ്പൊ എനിക്ക് സബ്ജക്ട് പോയ വിഷയങ്ങളുണ്ട്. എനിക്ക് സബ്ജക്ട് പോയ സമയത്ത് ഞാനത് രണ്ടാമത് എഴുതിയെടുത്തു. നമ്മൾ അതിന് പകരമായിട്ട് ഒരു പ്രൊജക്ട് വർക്കോ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നമ്മളത് ജയിക്കും. അങ്ങനെയാണ് അത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം കുറെ പേര് അതിൽ പാസ്സാകാതിരുന്ന സമയത്തേക്ക് ഗവൺമെന്റ് അത് മാറ്റി. ഗവൺമെന്റ് ആ പരിപാടി നിർത്തിയിട്ട് ഇനി രണ്ടാമത് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം വന്നു. അതായത് തോറ്റു കഴിഞ്ഞാൽ അത് ആ മാർക്ക് അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ടിൽ കാണും. ഇൻഫർമേഷൻസ് ഒക്കെ ഇപ്പം ചിലപ്പോൾ ഇപ്പൊ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് അറിയില്ല, കാരണം അത് കോളേജസ് കുറച്ച് താമസിച്ചാണ് ഗവൺമെന്റ് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചത് പോലും. അതുകൊണ്ട് ഞങ്ങള് അത് തന്നെ അതാണ് ഇപ്പം അതായത് ഈ ഒരു കോഴ്സ് തുടങ്ങിയപ്പം ഉള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് ചില ഇൻഫർമേഷൻസ് ഒക്കെ ശരിയായി, അതായത് ചില റൂൾസ് ഒക്കെ നിയമിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ബാച്ച്. ഞങ്ങൾ അതിൽ കൂടുതൽ എല്ലാം കടന്നുപോയ ആൾക്കാരാണ്. അപ്പൊ അതായത് നമുക്ക് നമുക്കിപ്പോ ഇനി വരുന്ന ബാച്ചിൽ അത് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ അത് തന്നെ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരും. ഇവിടെ നമ്മൾ ക്ലാസ്സിൽ ആബ്സെന്റ് ആയാലും തിരിച്ച് നോട്ട്സോ അങ്ങനെ ഒന്നും നമുക്ക് ആരും എടുത്തു തരില്ല. ഇവിടുത്തെ സ്വന്തം ക്ലാസ്മേറ്റ്സിന്റെ അടുത്ത് നമ്മൾ എങ്ങനെയാണ്, അപ്പൊ ക്ലാസ്മേറ്റ്സ് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ ജർമ്മൻസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അതല്ലാതെ നമ്മൾ പോയ ക്ലാസ് പോയത് തന്നെയാണ്. ഇവിടെ ആരും സ്പൂൺ ഫീഡ് ചെയ്ത് ആ ക്ലാസ്സസ് തിരിച്ചെടുത്ത് തരില്ല.
മിസ്സാക്കാതിരിക്കാൻ പരമാവധി നമ്മൾ നമ്മളിപ്പോ പഠിക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ വെച്ച് നോട്ട്സ് ഒക്കെ വെച്ച് ഈ ഡെഫിനിഷൻ ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാം കാണാപ്പാടാം ഡെഫിനിഷൻ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഓരോ രീതികളുണ്ട്. സിനാരിയോ ബേസ്ഡ് ആണോ വരുന്നത്? അതായത് ഇന്ന ആള് ഓരോ ഇത് തരും. സിനാരിയോ അത് തന്നെ. അതിന്റെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഇത് ചെയ്യണം. അത് കണക്ട് ചെയ്തോണ്ട് നമ്മൾ എഴുതാൻ. അപ്പൊ റാൻഡം ആയിട്ട് എന്ത് വേണമെങ്കിലും വരാം നമ്മൾ പഠിച്ചതുമായിട്ട്. അതായത് ഒരു കഥ അവർ പ്രിപ്പയർ ചെയ്ത് എന്നിട്ട് നമ്മുടെ എഴുതിക്കോളാൻ പറയും. അല്ല നമുക്കിപ്പം അത് വെച്ചാൽ ഇപ്പം 3 ഇയറിൽ നമുക്കത് മനസ്സിലാവുന്ന വെച്ചാൽ നമ്മൾ ഈ 3 വർഷം പഠിച്ച ഡിസീസസ്, നമ്മള് കെയർ, ബയോളജി, അനാട്ടമി, ഇതെല്ലാം കൂടെയാണ് 3rd ഇയറിലെ ഫൈനൽ എക്സാമിന് വരിക. ഈ 3 പുസ്തകം അതെ, ഈ 3 പുസ്തകവും വെറുതെ ഇരിക്കാനല്ല, ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഈ 3-ലുള്ളതും കൂടെ ആയിരിക്കും അവസാനത്തെ ഫൈനൽ എക്സാമിൽ നമ്മൾ. ഫസ്റ്റ് ഇയർ ഒരു എക്സാം ഉണ്ട്, സെക്കൻഡ് ഇയർ എക്സാം ഉണ്ട്, 3rd ഇയർ എക്സാം ഉണ്ട്. ഇല്ല, 3rd ഇയർ എക്സാം ഇല്ല. അല്ല, നമുക്ക് അങ്ങനെ ഓരോ ഇയർ നാട്ടിലെ പോലെ എക്സാം ഇല്ല. ഇവിടെന്ന് വെച്ചാല് 2 എക്സാംസ്, മെയിൻ എക്സാംസ്. രണ്ടാമത്തെ എക്സാം, ആദ്യത്തെ എക്സാം വരുന്നത് സ്വിഷൻ പ്രൂഫ് എന്ന് പറയും. അതായത് ഇടയ്ക്കുള്ള ബിറ്റ്വീൻ ആയിട്ട് മിഡിൽ, അതായത് നമ്മുടെ കോഴ്സിന്റെ മിഡിൽ ഒരു എക്സാം വരും. അത് മെയിൻ എക്സാം ആണ്, അത് ഇമ്പോർട്ടന്റ് എക്സാം ആണ്. അത് നമ്മുടെ ലാസ്റ്റ് എക്സാം പോലൊരു എക്സാം ആണ്. അതിൽ നമ്മൾ ജയിക്കണം എന്നാണ്. അതിൽ ജയിച്ചാലേ മുമ്പോട്ടേക്ക് പോകും, ഇല്ലെങ്കിൽ ഒന്നുകൂടെ എഴുതേണ്ടിയൊക്കെ വരും. അപ്പം സ്വിഷൻ പ്രൂഫ് എന്ന് പറയുന്ന സാധനമാണ് ആദ്യത്തെ നഴ്സിംഗിന്റെ മെയിൻ എക്സാം. അതിനുശേഷമുള്ളതാണ് ഫൈനൽ എക്സാം. ബ്രിട്ടസ് ഇയറിലുള്ള 3rd ഇയറിലുള്ള എക്സാം ആണ് ഫൈനൽ എക്സാം. അപ്പം ആ സെക്കൻഡ് ഇയറിലെ എക്സാമിൽ നമ്മള് ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറെ മൊഡ്യൂൾസും അല്ലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ആ എക്സാം വരെയുള്ള എല്ലാ മൊഡ്യൂൾസിൽ നിന്നും നമുക്ക് കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് പാർട്സ് തന്നിട്ട് അത് വെച്ചിട്ടാണ് എക്സാം എഴുതുന്നത് സ്വിഷൻ പ്രൂഫിങ്ങിന്. 3rd ഇയർ എക്സാമിന് 3 ഇയേഴ്സിലും പഠിച്ച ഹോൾ മൊഡ്യൂൾസ് സെപ്പറേറ്റ് ചെയ്ത് 3 തവണ. ഇപ്പൊ ഞങ്ങൾക്കിപ്പം ഫൈനൽ എക്സാമിനെ പറ്റി പറയുന്നതിന് ഓക്കെ, ഫൈനൽ എക്സാം നമുക്ക് സ്പീക്കിംഗ് ഒരു കോഴ്സ് ഉണ്ട്. സ്പീക്കിംഗ് ഒരു എക്സാം ആണ്. റൈറ്റിംഗ് 3 എക്സാം, 3 ദിവസമായിട്ട് ഈ 3 വർഷം പഠിച്ച മൊഡ്യൂൾസ് സെപ്പറേറ്റ് ചെയ്ത് 120 മിനിറ്റ്സിന്റെ 3 എക്സാംസ് ആണ് റൈറ്റിംഗ് എക്സാം ഉള്ളത്. അതെ അതെ, റൈറ്റിംഗ് 3 ദിവസം. അപ്പൊ നമുക്ക് ഒരു 120 മിനിറ്റില് അതെ അതെ. ഈ നാട്ടില് പോലെ നമുക്ക് സ്റ്റഡി ലീവ് ഇല്ല. ഞങ്ങൾക്ക് തലേദിവസം വരെ ശനി ഞായറും ഉള്ള, അതിനു മുമ്പേ അതായത് നമ്മള് ശനി ഞായറും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ലാസ്റ്റ് ഡേ വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് തന്നെ നമ്മൾ വിചാരിക്കുന്നത് നാട്ടിലെ പോലെ ഒരു 10 ദിവസം സ്റ്റഡി ലീവ് നമുക്ക് കിട്ടും ഫൈനൽ എക്സാമിന്. അതൊന്നും ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു എക്സാം ആണ് നമുക്ക് ഈ ഒരു സമയത്ത് എക്സാം ആണെന്ന് അറിയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന ഇനി പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാം, അതിന് മുൻപ് നമ്മൾ നേരത്തെ തുടങ്ങുക. പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ തറമായിട്ട് പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു 3 വർഷത്തെയും കൂടെ ഇപ്പൊ നമ്മൾ ഓർക്കും നമുക്ക് ബുക്കുണ്ട്, ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, അപ്പൊ നമുക്ക് അത് വെച്ച് പഠിക്കാം 3 വർഷത്തെ എക്സാമിനോട്. അപ്പൊ ബെസ്റ്റ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് 3 വർഷത്തെ ഫസ്റ്റ് ഇയർ തൊട്ടേ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതല്ല ഏറ്റവും നല്ലത്. അതെ, ഇപ്പൊ പറയാം, നമ്മൾക്കിപ്പം തലേദിവസം എടുത്ത് വായിച്ച് നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവും. ഈ ബുക്ക് തലേദിവസം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒന്നും നമുക്ക് അല്ല, പിന്നെ സ്കാൻ ചെയ്യാനുള്ള കഴിവൊക്കെ വേണം. അല്ലാതെ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോട്ട്സ് ആരും ഇവിടെ പ്രിപ്പയർ ചെയ്ത് തരില്ല. അപ്പൊ നമ്മൾ ഓരോ സബ്ജക്ട്സിലെ ഓരോ മൊഡ്യൂൾസ് പഠിക്കുമ്പോൾ നമ്മൾ സ്വയമായി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് നമുക്ക് ലാസ്റ്റിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയ ജസ്റ്റിന് പഠിക്കാൻ വേണ്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ അതന്നെ നമ്മളിപ്പം നമ്മൾ സ്വയമായിട്ട് പഠിക്കുമ്പോ തന്നെ ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് ലാസ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതായത് ആദ്യം തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തില് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ വിചാരിക്കരുത് ഈ ആദ്യത്തെ 2 വർഷം ഉഴപ്പി ലാസ്റ്റ് ഇയറിൽ നമുക്ക് രക്ഷപ്പെടാം. അത് നമുക്ക് അത് ശരിക്കും പോസിബിൾ അല്ലാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. പോസിബിൾ ആയിരിക്കും, പക്ഷെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടായിരിക്കും. ചോദിക്കട്ടെ, ഇപ്പൊ നീ ഇപ്പൊ എന്തായാലും നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരാളാണല്ലോ. അപ്പൊ നീ അപ്പം പഠിച്ച് തീരാൻ പറ്റും. നിനക്ക് ഇപ്പൊ 3rd ഇയർ ഈ ക്ലാസ്സിന്റെ ഇടയ്ക്ക് നീ എക്സാം ഇപ്പൊ കഴിഞ്ഞപ്പോ ഈ 3 ദിവസത്തെ എക്സാമിന് വേണ്ടി ഇപ്പൊ എത്ര മാസം തൊട്ട് ഈ ഫുൾ കവർ ചെയ്യാൻ പറ്റി നിനക്ക്? ഇപ്പൊ നമുക്ക് അതിന് സ്പെഷ്യൽ ബുക്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ ബുക്ക് തന്നെ ചെറിയൊരു ചുരുക്കമായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ഫ്ലീഗ് കോമ്പാക്ട് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഈ ബുക്സിന്റെ തന്നെ ഒരു ചെറിയൊരു ബുക്ക് ഉണ്ട്, ഒരു ലഘു വിവരണം. അതിനെപ്പറ്റി ഞങ്ങൾ താഴെ ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ കാണിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് റിഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. കാരണം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. പിന്നെ ആ ബുക്സിൽ കുറേയും കൂടി ചെറുതാക്കി നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. സമ്മറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോറി, നോട്ട്സ് ഉപയോഗിക്കാം,
പിന്നെ നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, മെഡിക്കൽ ടേംസ് പഠിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസീസസ് പഠിക്കാനുള്ള ആപ്സ് ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല, നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ല, ജർമ്മൻ പഠിക്കാനോ? മെഡിക്കൽ ടെസ്റ്റ് ഇപ്പൊ ഈ ഐ കെയർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഞങ്ങൾ ആരുടെ പ്രൊമോഷൻ അല്ല എങ്കിൽ പോലും ഈ ഒരു ബുക്കിന് തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ കാണും. ഇത് ഈ ബുക്കിന്റെ തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ ഓൺലൈൻ അപ്പൊ ഓരോ ടീമിന്റെ നോട്ട്സ് അതിനകത്ത് സമറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതായാലും പിന്നെ ഞാനിപ്പം ടോണി ചോദിച്ച ചോദ്യത്തിന് നമ്മള് എത്രയും നേരത്തെ തുടങ്ങാമോ അത്രയാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ പറയുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളതനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ മൊഡ്യൂൾസ് പറ്റിയോ നിനക്ക്? എനിക്ക് കവർ ചെയ്യാൻ പറ്റും. എനിക്ക് ഓരോ മൊഡ്യൂൾസും മെയിനായിട്ട് നേരത്തെ തുടങ്ങുക, പരമാവധി നമ്മളുടെ ഒരു കപ്പാസിറ്റി നമുക്ക് തന്നെ അറിയാം. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഒത്തിരി നേരത്തെ തുടങ്ങുക. അപ്പൊ ചെറിയ ചെറിയ പോർഷൻസ് പഠിക്കുമ്പോൾ നമ്മളിപ്പോ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്സ് പഠിച്ച് വരുമ്പോൾ നമുക്ക് ഡൗട്ട് ഉള്ളതൊക്കെ അപ്പം നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സമയം എടുത്ത് നമുക്ക് ചെറിയ പഠിച്ചു വരാനേ എനിക്ക് പറയുള്ളൂ. ഇപ്പൊ തലേദിവസം ഇരുന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കുന്ന പരിപാടിയല്ല. അതുപോലെ തന്നെ സ്റ്റഡി ലീവ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റഡി ടൈം കിട്ടുന്ന സമയം, ഫ്രീ ടൈം കിട്ടുന്നത് നമ്മൾ അതനുസരിച്ച് നമ്മള് അതിനുവേണ്ടി പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ജയിക്കാൻ പറ്റുള്ളൂ. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ലാംഗ്വേജ് അല്ല, നമുക്ക് അതുപോലെ പോർഷൻസ് കാണും. അപ്പം കഷ്ടപ്പാടാണോ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. കഷ്ടപ്പെട്ട് പഠിച്ചാലേ ഇത് നമ്മൾ നേടിയെടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇത് കഴിഞ്ഞ ഈ ഒരു കടമ്പ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആസ് എ ഫ്യൂച്ചർ അത്രയും സേഫ് ആണ്, സെക്യൂർഡ് ആണ്. അത് തന്നെ നമ്മൾ ഇത്രയും നല്ല രാജ്യത്ത് വന്നിട്ട് നമ്മളുടെ ഒരു ഫ്യൂച്ചർ നമ്മൾ സേഫ് ആക്കി വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹൗസ് ബിൽഡിംഗ് ആണ് ഇത്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ പരിപാടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെടാൻ കഷ്ടപ്പെടണം. ശരിക്കും നല്ല ലാംഗ്വേജ് ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാം. പിന്നെ ഒബ്വിയസ്ലി പഠിക്കണം. ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പഠിക്കണം. അതിപ്പോ എവിടെയാണെങ്കിലും കുറച്ച് B2 നന്നായിട്ടൊന്ന് കഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസ് എടുത്തുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ ആ ഫ്യൂച്ചർ ഒരു 20-21-22 വയസ്സാകുമ്പോഴത്തേക്കും വെൽ സെറ്റിൽഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മനസ്സമാനത്തോടെ ആസ്വദിക്കാൻ തുടങ്ങാം. ആൻഡ് എൻ്റെയർ യൂറോപ്പ് ഈസ് ഓപ്പൺ ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഹൗസ് ബിൽഡിംഗ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതില് നമുക്ക് ഈ ടൈമിൽ തന്നെ, ഈ പഠിക്കുന്ന ടൈമിൽ തന്നെ എൻജോയ്മെന്റിനുള്ളൊക്കെ ടൈം കിട്ടുന്നുണ്ട്. ലീവ് പറയുന്നതിന് മുമ്പ് പ്രാക്ടിക്കൽ നമുക്ക് ഈ തിയറി ബ്ലോക്കിന്റെ സമയത്താണെങ്കിൽ നമുക്ക് ശനി ഞായർ നമുക്ക് എല്ലാ ശനി ഞായർ വീക്കെൻഡ് ലീവാണ്, അവധി കാണും. നമ്മളെന്ന് വെച്ചാൽ തിയറി ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ പോയിട്ട് പ്രാക്ടിക്കൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത്. നമ്മൾ തിയറി ക്ലാസ് പഠിച്ചത് അവിടെ പോയി പഠിക്കും. തിയറി ആണെങ്കിൽ സാറ്റർഡേ സൺഡേ നമ്മൾ അവധിയാണ്. അന്ന് നമുക്ക് വേണമെങ്കിൽ ചില്ലാകാനുള്ള സമയമുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ സമയത്താണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ അവധി കിട്ടും. പിന്നെ നമ്മുടെ ഡ്യൂട്ടിയുടെ അനുസരിച്ച് ഇപ്പൊ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഈവനിങ് നമുക്ക് ടൈം ഉണ്ട്. അത് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ് ആയിട്ട് നമ്മൾ ഇത് പഠിച്ച് ഹൗസ് ബിൽഡിംഗ് മൊത്തം നമ്മള് ഫോക്കസ് ചെയ്തിരിക്കണമെന്നല്ല, ചില്ല് ചെയ്യാനുള്ള നല്ല ടൈം കിട്ടുന്നുണ്ട്. നമ്മളത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ജർമ്മനിയിൽ മൊത്തത്തിൽ അങ്ങനെയാണ്. എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് വെൽ പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ആയിട്ട് നടക്കാം. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് പൊതുവായിട്ട് വരുന്നത്. ഇത് ഏതൊക്കെ ഫീൽഡുകാർക്ക്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബിസിനസ് പഠിച്ചതാണ്, കൊമേഴ്സ് കഴിഞ്ഞതാണ്. എനിക്ക് എന്നെ പോലുള്ളവർക്ക് ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യാമോ? പറ്റും. ആർക്കും പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും വന്നവര് അല്ല, ഒരു ശരിക്കും പറഞ്ഞ ഉദാഹരണം എപ്പോഴും ആൾക്കാർ ഞാൻ പറയട്ടെ, ഞാൻ തന്നെ അല്ല അതെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ടോണി എന്താ പഠിച്ചത്? എന്തുകൊണ്ടെന്നുള്ള ചോദ്യം എന്തുകൊണ്ടെന്നല്ല, എന്താ പഠിച്ചത്? അത് വേണ്ട. ഇപ്പം ഞാന് +2 കോമേഴ്സ് ആയിരുന്നു എടുത്തത്. സയൻസ് പോലെയല്ല, സയൻസ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ മനസ്സിലായില്ലേ, സയൻസ് എടുക്കാത്തവർക്കും സയൻസ്, ബയോളജി ഇതൊന്നും എനിക്ക് കണ്ടുകൂടാത്ത സബ്ജക്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ കൊമേഴ്സ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു വർഷം ഒരു 6 മാസം പഠിച്ചില്ല. എനിക്കൊന്ന് A1 ലെവൽ ലാംഗ്വേജ് പഠിച്ചു ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് വരുന്ന സമയത്തേക്ക്. +2 കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ജർമ്മനി ഇങ്ങനെ ചുമ്മാ നോക്കുന്നുണ്ടായിരുന്നു. വഴി ഇങ്ങനെ അറിഞ്ഞത് കൊണ്ട്
കുറച്ചൊക്കെ അറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇൻട്രസ്റ്റ് പോയി. പിന്നെ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ terminate മനസ്സിലായി ഇത് എന്റെ ഫീൽഡ് എനിക്ക് Tough ആണ്. പറ്റുന്നില്ല എന്നെനിക്ക് തോന്നി. മീൻസ് ഭയങ്കര പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് കയറി. ഞാൻ BBA ഏവിയേഷൻ പഠിച്ചു. ഇയർ കംപ്ലീറ്റ് ചെയ്ത്. അപ്പൊ ബിബിയുടെ ഡിഗ്രി ഒരു കഴിഞ്ഞുണ്ട്, different ക്വാളിഫൈഡ് ആണ്. അത് ഗ്രാജുവേഷൻ ഡിഗ്രി കൊണ്ടാണ്. അത് ശേഷമാണ് നഴ്സിംഗ് അത് പിന്നെ പ്ലാൻ മാറ്റാൻ കാരണം കോവിഡ് ടൈം ആയിരുന്നു. ഡിഗ്രി എൻഡ് ചെയ്യുന്ന സമയം കോവിഡ് ടൈം ആയിരുന്നു. പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞ് എക്സാമിന് മുമ്പുള്ള തിയറി കോളേജിലെ തിയറി ബ്ലോക്കിന്റെ സമയത്ത് ടൈം ഒത്തിരി ഉണ്ടായിരുന്നു, ഓൺലൈൻ ഒക്കെ ആയതുകൊണ്ട്. അങ്ങനെ ചെറുതായിട്ട് നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ചോദ്യത്തിനുള്ള ആൻസർ, അതായത് പ്ലസ് വൺ ആർക്ക് വേണം ആർക്ക് വേണേലും ഏത് ബാക്ക്ഗ്രൗണ്ട് ആയാലും വിഷയമില്ല. പ്ലസ് വൺ പ്ലസ് ടു വേണം. പ്ലസ് ടു വേണമെന്നേ ഉള്ളൂ. പ്ലസ് ടു ഏതെങ്കിലും പക്ഷേ സയൻസ് തന്നെ വേണമെന്നില്ല. കോമേഴ്സ് ആകാം, ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് ആവാം, ആകാം, BA ആവാം, ഏത് വേണേലും എടുക്കാം. പിന്നെ ഉള്ളത് ഡിഗ്രി. പിന്നെ ഡിഗ്രി കഴിഞ്ഞ ഏത് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേണമെങ്കിലും ഏത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഓൾവേസ് വെൽക്കം. കംപ്ലീറ്റ് ചെയ്തവർക്കും ചെയ്യാം. ചെയ്യാത്തവർക്ക് ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്തവർക്കും ആർക്ക് വേണേലും പിന്നെ ഏജ് ലിമിറ്റ് Minimum? എന്റെ അറിവനുസരിച്ച് 35 ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബട്ട് എനിക്കറിയില്ല അത് പ്രോപ്പർ ഇൻഫർമേഷൻ ആണോ. പക്ഷെ നമ്മുടെ കൂടെ ഏജ് ലിമിറ്റ് ഉണ്ടാവില്ല. ഞാൻ പറയാം, അതിന് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതായത് ഹൗസ് ബിൽഡിംഗ് സീക്കേഴ്സ് വിസ എന്നൊരു സാധനം ഉണ്ട്. ഇവിടെ വന്നിട്ട് ഹൗസ് ബിൽഡിംഗ് സീക്ക് ചെയ്യാൻ പറ്റിയ വിസ ഉണ്ട്. അതിന് ലിമിറ്റ് 24 ആണോ 25 ആണോ ആ ഒരു ഇതുണ്ട്. അത് കറക്റ്റ് എനിക്ക് ഓക്കെ, അതായത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഹൗസ് ബിൽഡിംഗ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജോബ് സീക്കർ വിസ പോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് പിടിച്ചെടുക്കാൻ വിസ. അത് ഏതാണ്ട് 18 മാസം അല്ലെങ്കിൽ 9 ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിന്. അല്ലെങ്കിൽ ടൈം ലിമിറ്റും ഉണ്ട് അതിന്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ 44 വയസ്സ് വരെ അതിന് ഹൗസ് സ്റ്റാൻഡേർഡ്സിന് വിഷയമില്ല. ബാക്കിയുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ പഠിച്ചവർക്ക് ഇവിടെ ജനിച്ചവർക്ക് ചെയ്യാൻ തോന്നുന്നു. അതെ, നമ്മുടെ കൂടെ ഉള്ളവർക്ക് നല്ല പ്രായമുള്ളവരൊക്കെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടാണ് കയറുന്നത്. അതെ, ഇവിടെയുള്ള രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പോലെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് പൊതുവെ എത്ര സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പഠിച്ചത് കാരണം എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? പഠിച്ചത് കാരണം ഓക്കെ, ഒരു നേഴ്സ് നാട്ടിൽ നിന്ന് വരുമ്പം അവരുടെ പേപ്പേഴ്സ് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് 1 വർഷത്തോളം, ഒരു 1.25 വർഷത്തോളം നമ്മള് അനർക്കിനും എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യണം. അതായത് ഇവിടുത്തെ ഒരു എക്സാം എഴുതിയാൽ മാത്രം, അത് പാസ്സായാൽ മാത്രമേ അവർക്ക് വർക്ക് ഉണ്ട്. അതായത് ഇവർക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇവരവിടെ ക്വാളിഫൈഡ് ആവത്തുള്ളൂ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 വർഷം ജർമ്മൻ ഭാഷയിൽ ഇവിടുത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നേരെ ജോലിക്ക് കയറാം. നമ്മൾ ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ കയറാമെന്നാണ്. പക്ഷെ അതേസമയം നമുക്ക് ഇപ്പം അതിനു മുൻപേ തന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പൊ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കിപ്പം നേഴ്സായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അഥവാ നമ്മൾ എക്സാം തോറ്റുപോയി, ഇപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ജയിച്ചില്ലെങ്കിൽ പോലും നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് 1 ഇയർ നഴ്സിംഗ് പഠിച്ച ആളായിട്ട് ഹെൽപ്പർ ആയിട്ട്, അതായത് ഫ്ലേഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഫ്ലേഗ് ഹെൽപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അതായത് നമ്മൾക്കിപ്പം തോറ്റുപോയി എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്തേണ്ട ആവശ്യമില്ല. ഈ 3 വർഷത്തെ എക്സാം എഴുതി ജയിച്ചില്ലെങ്കിൽ 3 വർഷത്തെ എക്സാമിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ, ഇപ്പം പാസ്സായി നമ്മളിപ്പോ ജോലിക്ക് കയറി, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ശമ്പളം ഭയങ്കര കുറവായിരിക്കും. കുറച്ച് നേഴ്സിന്റെ ശമ്പളം നമുക്ക് കിട്ടില്ല. നേഴ്സിന്റെ ശമ്പളം ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ ഇതുവരെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. പിന്നെ അത് ഓരോ ഇതായിട്ട് ഡിഫറെന്റ് ആണ്. പക്ഷെ നമുക്ക് ഹൗസ് ബിൽഡിംഗ് പാസ്സായില്ലെങ്കിൽ പോലും നമുക്ക് 1 ഇയർ പഠിച്ച ആളുടെ ഒരു ലെവലിൽ ഇവിടെ നമുക്ക് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളെ ആരും ജയിച്ചില്ലാത്തത് കൊണ്ട് ജോലിക്ക് എടുക്കാതിരിക്കില്ല. അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് എനിക്ക് 1 ഇയർ 3 ഇയർ 2 നേഴ്സിംഗ് ഉണ്ട്. അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള വേണ്ടിയുള്ള അതിന് നമുക്ക് നാട്ടിൽ നിന്ന് ഈ B2 തന്നെയാണ് ഇതിന്റെ മിനിമം. അതിനും B1 B2 ലാംഗ്വേജ് സത്യം പറഞ്ഞാൽ വേണ്ട കോൺസെപ്റ്റ് കൂടി ഉണ്ട്. കാരണം ഇറാനിന്നും ഇറാഖിന്നും കുറെ ആൾക്കാര് ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ ഇപ്പം ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരാള് ഇപ്പം 1 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് കയറിയത് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് ചെയ്തിട്ട് 3 ഇയർ കോഴ്സിൽ കയറിയത്. അങ്ങനെ ചെയ്യാം. ഇവിടുത്തെ കുട്ടികൾ ഇപ്പം നമുക്കിപ്പം ഭയങ്കര ഇത് ടഫ് ആണോ എന്ന് പേടിയുള്ള ആൾക്കാർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾക്കിപ്പം നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്കാണെങ്കിലും അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നമ്മളിപ്പം 1 ഇയർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് അത്രയും എലിജിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഭയങ്കര പേടിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യില്ലാതെ പേടിയുണ്ടെങ്കിൽ നമുക്ക് 1 ഇയർ ചെയ്തിട്ട് പിന്നെ നമുക്ക് 3 ഇയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു നല്ലൊരു അത് നമുക്ക് ഇവിടെ സാധനമാണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ 1 ഇയർ ചെയ്തെന്ന് വിചാരിച്ചോ, അന്നേരം എനിക്കിപ്പോ ആഗ്രഹമുണ്ട് ഈ 3 ഇയർ ഇപ്പൊ ഞാൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
അന്നേരം ഞാൻ ഇപ്പൊ 1 ഇയറിൽ എനിക്ക് നല്ല ഈ 1 ഇയർ കോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഈ 3 ഇയർ കോഴ്സിന്റെ ഞാൻ 2 ഇയർ മാത്രം ചെയ്താൽ മതി. അത് 1 ഇയർ ലാറ്ററൽ എൻട്രി, നാട്ടിലത്തെ പോലെ ലാറ്ററൽ എൻട്രി. അതുണ്ടല്ലേ മനസ്സിലായില്ല. അതായത് ഓക്കെ, നാട്ടിൽ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് പോളിടെക്നിക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. മനസ്സിലായി. അതുപോലെ തന്നെ ഈ 1 ഇയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതെ, അതിപ്പോ നമുക്കിപ്പോ ടഫായിട്ട് തോന്നുകയാണ്. ഇപ്പൊ നമുക്കിപ്പോ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് പേടിയുള്ളവർക്ക് അത് ആദ്യം ചെയ്തിട്ട് നമുക്ക് 3 ഇയറിലേക്ക് കയറാം. അപ്പൊ നമുക്ക് ആ ഒരു ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ 1 ഇയർ പഠിക്കാന്ന് വെച്ചാല് ഈ 3 ഇയറിലെ ഒരു ചെറിയൊരു സമ്മറൈസ് ചെയ്താണ് നമ്മൾ ഈ 1 ഇയറിൽ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത്. അത് പറഞ്ഞ കറക്റ്റ് ആയിട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, എന്റെ കൂടെ ഇപ്പൊ പഠിക്കുന്നത് 1 ഇയർ കഴിഞ്ഞിട്ട് വന്നത് അവർക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആകുമ്പോ ഭയങ്കര ടഫാണ്. എക്സ്പ്ലെയിൻഡ് അല്ല, എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ടോപ്പിക്സ് വേഗം നമുക്ക് പഠിക്കുന്നത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ കുറച്ചൊക്കെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നഴ്സിംഗ് അത് തന്നെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. എത്രയും കുറഞ്ഞ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പക്ഷെ അതുപോലെ തന്നെ അതിന് ശമ്പളത്തിന്റെ കുറവുമുണ്ട്. അല്ല, പക്ഷേ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് കൂടുതലായിട്ട് അത് തന്നെ. അതിപ്പം നമ്മളിപ്പോ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗമായിരിക്കും. 3 ഇയറിലേക്ക് നമുക്കൊരു ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്കപ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും 3rd ഇയറിലേക്ക് ചെയ്യും. നമുക്ക് അത്രയും കൂടി ജർമ്മൻ ലെവല് കുറച്ചും കൂടി കൂടും. അപ്പൊ ഞാൻ ഒരു കാര്യം, ഇപ്പൊ നമ്മളിപ്പോ 3 ഇയേഴ്സ് ഇപ്പൊ ഞാൻ പ്രോബസൈറ്റ് ആണെന്ന് വെച്ചോ, ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോ 3 ഇയർ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ എനിക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ 1 ഇയർ കോഴ്സിലോട്ട് കൺവേർട്ട് ആകാമല്ലോ, തിരിച്ചും ചെയ്യാമല്ലോ. കൺവേർട്ട് ആയിട്ട് 1 ഇയർ കോഴ്സ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് പിന്നെയും വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും നമ്മളിപ്പം ഒരു ഹോപ്പ് നമുക്കിപ്പോ എപ്പോഴും ഓരോ ഓപ്പർച്യൂണിറ്റീസ് തരും. ഇവർക്ക് എപ്പോഴും ഓപ്പൺ ഡോർസ് കൂടുതലാണ്. നമുക്കിപ്പോ നമ്മളിപ്പോ ഒരു പരിപാടി കഴിഞ്ഞാൽ തോറ്റുപോയി കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിർത്തില്ല. അവർക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കൊടുക്കാനാണ് ജർമ്മനി എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലതരത്തിലുള്ള ഒരു നേഴ്സിംഗ് ഇതുണ്ടല്ലോ. അതായത് ഓൾഡ് ഏജ് നേഴ്സിംഗ്, ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് നാട്ടിൽ അറിയത്തില്ല ഇത് എന്താണ്. എല്ലാവരും ഇത് ഒരേ സെയിം സാധനം തന്നെയാണെന്നാണ് വിചാരിച്ചു വരുന്നത്. അതിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇത് ഇന്നതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് ഓൾഡ് ഏജ് ചെയ്യുന്ന നേഴ്സിംഗും നിങ്ങൾ പഠിക്കുന്ന നേഴ്സിംഗും അല്ലെങ്കിൽ ആംബുലൻസിന്റെ അവിടെ ചെയ്യുന്ന നേഴ്സിംഗും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമുക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. അതെ, ആംബുലൻസ് പറഞ്ഞു കൊടുക്കാൻ നല്ലതായിരിക്കും. അതോ അതായത് നമ്മളിപ്പോ പഠിക്കുന്ന നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നേഴ്സിംഗ് വേണം. ഇപ്പൊ ആംബുലൻസ് ഫ്ലൈഗിലും ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന നോർമൽ BSc അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് ആണ് പഠിക്കേണ്ടത്. നമ്മൾ ആ ഒരു ഇതായിട്ടും നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് BSc ഉണ്ടെങ്കിലും ജനറൽ ഉണ്ടെങ്കിലും അവർക്ക് ആംബുലൻസ് ഫ്ലൈഗിൽ വർക്ക് ചെയ്യാം. ആംബുലൻസ് ഫ്ലൈഗ് എന്ന് പറയുന്നത് നമുക്ക് പാലിയേറ്റീവ് കെയർ പോലെ വീടുകളിൽ പോയി നമ്മള് രോഗിയെ നോക്കുന്നതിനെയാണ് ആംബുലൻസ് ഫ്ലൈഗ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. അത് നാട്ടിലുണ്ട്, സർക്കാരിന്റെ പഞ്ചായത്തിലൊക്കെ ഉണ്ട് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അത് പാലിയേറ്റീവ് കെയർ കറക്റ്റ് പാലിയേറ്റീവ് കെയർ ഡിഫറെന്റ് നെയിമിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതുപോലെയാണ് ആ ഒരു കൺസെപ്റ്റ് ആണ് അവര് ആംബുലൻസ് ഫ്ലൈഗ് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്റെ ചോദ്യം നോർമൽ നേഴ്സിംഗ് അല്ല പഠിച്ചു തന്നെ. ഞാൻ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് 2 കഴിഞ്ഞ് വരുന്ന ഒരു കൊച്ചാന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ട് ഇപ്പം നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേഴ്സിംഗ് ആണോ, അതായത് നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന സെയിം നേഴ്സിംഗ് ആണോ, അതോ അതിലേക്ക് മാറാനോ അല്ലെങ്കിൽ അങ്ങനെ? ആംബുലൻസ് ഫ്ലൈക്ക് പ്രത്യേക കോഴ്സില്ല, ഈ കോഴ്സ് തന്നെയാണ്. നമ്മൾ നേഴ്സിംഗ് പഠിച്ചാലേ ആംബുലൻസ് ഫ്ലൈക്കിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ കേട്ടേക്കണ പുതിയ നേഴ്സിംഗ് എല്ലാം കൂടെ അതെ. ഇപ്പൊ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ജനറൽ നേഴ്സിംഗ് എന്നാണ്. നമ്മുടെ നാട്ടിലെ പോലെ ജനറൽ നേഴ്സിംഗ്. അപ്പൊ എല്ലായിടത്തും നമുക്ക് വർക്ക് ചെയ്യാം. ജനറൽ നേഴ്സിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനറൽ നേഴ്സിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാധനം അതെ. ഇവിടുത്തെ ജനറൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മള് 4 തവണ ഹോസ്പിറ്റലിലായിരിക്കും നമ്മൾ നോർമലി എല്ലാ നമ്മള് പ്രാക്ടിക്കൽസ് എല്ലാം ഹോസ്പിറ്റലിലായിരിക്കും. പക്ഷെ നമ്മുടെ ഈ നേഴ്സിംഗിൽ 4 തവണ നമ്മൾ പുറത്ത്, അതായത് ഒരു കെയർ ഓൾഡ് ഏജ് ഹോമില് അല്ലെങ്കിൽ ഇതുപോലെ പാലിയേറ്റീവ് കെയറില് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 4 തവണ നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യണം. ഇത്ര മണിക്കൂർ നമ്മൾ കവർ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു എയിം. അപ്പൊ അതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ഈ നേഴ്സായി കഴിഞ്ഞ് നമുക്ക് ഈ പറയുന്ന ആംബുലൻസ് ഫ്ലൈഗിലോ കെയർ ഹോമിലോ അങ്ങനെ പലയിടത്തായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് കിട്ടും. അതാണ് ഈ ഒരു നഴ്സിംഗിന്റെ പ്രത്യേകത. നമുക്ക് ഈ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം, നമുക്കൊരു ഡിസൈഡ് ചെയ്യാൻ പറ്റും എനിക്ക് എവിടാണ് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ആസ്പിറേഷൻ ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഏതാണോ അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണോ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അപ്പോഴും കിട്ടുന്നുണ്ട്. ഞങ്ങൾ പിന്നെ പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജനറലിൽ തന്നെ 2 രീതിയിലുള്ള
ഫെർട്ടീഫും, അതായത് നമുക്ക് കൂടുതൽ ആഴത്തില് പഠിക്കാൻ പറ്റുന്ന 2 കോഴ്സുകൾ. അതായത് നമ്മൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് 3rd ഇയറിലേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ, അതായത് കിൻഡർ എന്ന് പറയുന്ന ചൈൽഡ് സെക്ഷനിലേക്ക് പോകാം, ഇല്ലെങ്കിൽ എൽഡേഴ്സിന്റെ സെക്ഷനിലേക്ക് പോകാം. അപ്പൊ എൽഡേഴ്സിന്റെ സെക്ഷൻ എടുത്തവർക്ക് കൂടുതലും അവര് ഓറിയന്റഡ് ആയിട്ട് പ്രായമുള്ളവരെ നോക്കുന്നത് ഓൾഡ് ഏജ് ഹോംസ് അല്ലെങ്കിൽ ആൾട്ടൺ ആംബുലന്റ് ഫ്ലെയിം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും അത് ആ ഒരു നഴ്സിംഗിന്റെ 3ാമത്തെ വർഷം നമ്മൾ പഠിക്കാൻ പറ്റുന്നത്. ഈ 3rd ഇയർ നമ്മളിപ്പം കുഞ്ഞുങ്ങളുടേത് പഠിക്കാനാണ്, ചൈൽഡിന്റെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ചൈൽഡ് കെയർ സെക്ഷനിലായിരിക്കും നമുക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നത്. അല്ല, പ്രാക്ടീസസ് കൂടുതലും ചൈൽഡ് കെയർ സെക്ഷൻസിലായിരിക്കും. അതാണ് ഈ 2 ഇപ്പൊ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇത് രണ്ടും വേണ്ട. ഇപ്പൊ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടേത് പഠിക്കേണ്ട, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടേത് മാത്രം ബേസ് ചെയ്ത് പഠിക്കേണ്ട, ഒന്നിച്ചുള്ളത് പഠിച്ചാൽ മതിയെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ, അതിനാണ് ഇത് ജനറാലിസിയാറ്റ എന്ന് പറഞ്ഞ ജനറൽ ഈ ഹോസ്പിറ്റൽ ഞങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഞങ്ങൾ 3 പേരും ജനറൽ ആണ് പഠിക്കുന്നത്. ഞങ്ങൾ ആരും എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഇഷ്ടമുള്ളിടത്ത് വർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, ഇപ്പം നീ ഇപ്പം എക്സാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യല്ലേ, എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് കൊടുക്കാൻ? അതിന് മുമ്പ് തന്നെ നമ്മൾ എക്സാമിന് മുമ്പ് തന്നെ കൊടുക്കണം വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തോട്ട് എന്തെങ്കിലും നമ്മള് ചെയ്യണം? അതെ, ഇപ്പൊ നമുക്കിപ്പോ വിസ, അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത്, ഇപ്പൊ വിസ ഒരു മെയിൻ സംഭവമാണ് ഇവിടെ നമ്മൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ കോഴ്സ് തീരുന്ന ഡേറ്റ് വരെ മാത്രമേ നമുക്ക് വിസ ഇവര് ജർമ്മനിയിൽ നിന്ന് തരുള്ളൂ. അതായത് ഇപ്പൊ എന്റെ ഒരു വിസ ഇപ്പൊ 13/3 എന്ന് വിചാരിച്ചോ, കോഴ്സിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് വിചാരിച്ചോ, അപ്പൊ അത് ആ ഒരു സമയത്താണ് ആ ദിവസം വരെയുള്ള എന്റെ വിസ. അപ്പം നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ്, വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ തന്നെ ചെയ്യണം. അത് തന്നെ. അപ്പൊ നമുക്ക് ഇപ്പൊ ജർമ്മൻസിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല, കാരണം അവർക്ക് എപ്പോ വേണമെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് തുടങ്ങാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന് കഴിഞ്ഞിട്ടുള്ള വിസ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളൊരു പ്ലേസ്, ഇപ്പൊ എനിക്കിപ്പം കുഞ്ഞുങ്ങളുടെ സെക്ഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു സെക്ഷൻ, ഏതിലൊരു സെക്ഷനിൽ ഇപ്പൊ ഒരു സ്റ്റേഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ലെറ്ററും നമ്മുടെ ബയോഡേറ്റയും മോട്ടിവേഷൻ ലെറ്ററും അപ്ലൈ ചെയ്ത് അവിടെ ഒരു പ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു ഇന്റർവ്യൂ ചെയ്ത്, അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് അതിനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലേ? അത് വലിയ ടോപ്പിക്കാണ്. അത് കിട്ടുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് ചോദിച്ചാൽ, അതായത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ട് അതായത് കണ്ടിന്യൂ ആയിട്ട് സ്റ്റഡി ചെയ്യണമെന്ന് ആവശ്യമുള്ളവർക്ക് കോഴ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അപ്പൊ നീ ഇത് 3ാമത്തെ കൊല്ലാണ്, നീ ഇത് കഴിഞ്ഞു, എനിക്ക് ഇനി ജോലി ചെയ്യണ്ട, എനിക്ക് ഇനിയും പഠിക്കണം. ഓക്കെ, ജർമ്മനിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇതിന് ശേഷം നമുക്ക് പഠിക്കണ്ട, ജോലി ചെയ്യണ്ട, ജോലി ചെയ്യണ്ട, പഠിച്ചാൽ മതി എങ്കിൽ പോലും ഒരു വൈറ്റർ ബിൽഡിംഗ് എന്ന പേരില് പല കോഴ്സസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഡ്യുവൽ സ്റ്റുഡിയം എന്ന് പറയും. അതായത് ഡ്യുവലായിട്ട് സ്റ്റഡീസ് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റഡീസ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അത് തന്നെ. ഇപ്പൊ നമുക്ക് വേറൊരു ഡിഗ്രി നമുക്ക് ഇതിന്റെ കൂടെ എടുക്കാം. ഈ നഴ്സിന്റെ കൂടെ എക്സ്ട്രാ ഡിഗ്രി നമുക്ക് എടുക്കാം. ഇവിടുത്തെ സ്റ്റുഡൻസ് എപ്പോഴും അങ്ങനെ, കാരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവർക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. ഇപ്പൊ അവരിപ്പം നഴ്സിംഗിന്റെ കൂടെ തന്നെ പെഡഗോഗിങ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എക്സ്ട്രാ കെയർസ് അല്ലെങ്കിൽ ഉള്ള സ്പെഷ്യൽ ഡിഗ്രീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡ്യുവൽ സ്റ്റുഡിയം, അല്ലെങ്കിൽ ഡ്യുവലായിട്ട് സ്റ്റഡീസ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ലാതെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് അനലൈറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നമുക്ക് ഇവരെ ഈ കുട്ടികളെ ഈ വരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനെ കൺട്രോൾ ട്യൂട്ടോർ ചെയ്യാനും അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാനും അവരെ ടീച്ച് ചെയ്യാനും കാണിക്കാനും പ്രാക്ടിക്കൽസ് ഒക്കെ ഇത് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റഡീസ് അല്ല, അതൊരു 6 മാസത്തെ കോഴ്സ്. അങ്ങനെയാണ് 6 മാസത്തേക്ക് നമുക്ക്. പക്ഷെ അതിന് നമുക്ക് ചില കോഴ്സുകൾക്ക് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്ത് പഠിക്കണം, ചില കോഴ്സുകൾ നമ്മള് എടുക്കും. പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഒരു കോഴ്സ് അപ്ലൈ ചെയ്ത് അപ്പൊ നഴ്സിംഗ് കഴിഞ്ഞിട്ട് വൈറ്റർ ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത്
അപ്പൊ സാലറിക്കും വ്യത്യാസം വരുന്നുണ്ടല്ലോ, അതിന്റെ അനുസരിച്ച് എന്തോ കൂടുവോ തീർച്ചയായിട്ടും promotion ഉണ്ടാവില്ലേ? പ്രൊമോഷൻ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞ് നമുക്കിപ്പോ ആക്സലറേറ്റർ ആയിട്ട് കയറുവാണെങ്കിൽ ചെറിയൊരു എമൗണ്ടിന് വ്യത്യാസം വരും. വേറെ ചെറിയ എമൗണ്ടിന് വ്യത്യാസമേ ഉള്ളൂ. അല്ലല്ലേ? ഓക്കെ. നമുക്ക് വലിയ എമൗണ്ട് വ്യത്യാസം. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ MSc പഠിച്ചാലും BSc പഠിച്ചാലും എല്ലാം ഒരേപോലെ തന്നെ. എല്ലാവർക്കും ഒരേ ഒരു ഈക്വൽ ഇതാണ് കൊടുക്കുന്നത്. നമുക്ക് അല്ലാതെ ഇപ്പം MSc പഠിച്ച ആള് കുറച്ച് പൊക്കത്ത് നിൽക്കണോ, BSc പഠിച്ച ആൾ കുറച്ചൊരു താഴെ, അങ്ങനെ ഒരു ഇതില്ല. ഇവരെല്ലാവരും ഈക്വാലിറ്റി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാലറി ബേസിലാണെങ്കിൽ പോലും ഒത്തിരി ഒന്നും കൂടുതൽ ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ ഓരോ ഡിഗ്രി എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമുക്കിപ്പോ 6 മാസത്തെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അത് നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷന്റെ കൂടെ ചേർക്കുകയാണ്. അപ്പം അതിലെല്ലാം നമ്മൾ എക്സ്പെർട്ട് ആണ്. ഇപ്പം സ്കിൻ, ഇപ്പൊ നമുക്കിപ്പോ ഒരു മുറിവ് നോക്കുന്നതിന്റെ ഒരു എക്സ്പെർട്ട് ആവാം. നമുക്കിപ്പോ പഠിച്ച് നമ്മളിപ്പോ മൊത്തത്തിലുള്ള ഒരു ഇതാണല്ലോ പഠിച്ചത്. അപ്പൊ അതിൽ ആഴത്തിൽ നമുക്കിപ്പം ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പം വുണ്ട് മാനേജ്മെന്റ് ഒരു ഞാനിപ്പം എന്റെ കഴിഞ്ഞ ഒരു പ്രാക്ടിക്കൽ ചെയ്ത അവിടെ ഇതുപോലത്തെ ഈ മുറിവുകളെ പറ്റിയുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള ഇതായിരുന്നു, സ്റ്റേഷൻ ആയിരുന്നു. അപ്പൊ അവിടെ ഒരു സ്റ്റാഫ് എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി മാത്രം വൈറ്റൽ ബിൽഡിംഗ് ചെയ്യുന്നത്. അവര് സ്പെഷ്യലായിട്ട് അതിനു വേണ്ടി മാത്രം പഠിക്കുന്നതാ. അപ്പൊ അവർക്കറിയാം ഏത് ടൈപ്പ് എങ്ങനെയാണ് ഓരോ മുറിവുകളും ചെയ്യേണ്ടത്, അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അവർ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം എത്ര ആഴമുള്ള മുറിവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അത് നമ്മളത് പഠിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ MBBS എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെക്ഷനിലും സ്പെഷ്യലൈസേഷൻ നടത്തുന്നില്ല. ഏകദേശം അതുപോലെ ഇവിടെ നേഴ്സിംഗിന് അങ്ങനെ സ്പെഷ്യലൈസേഷൻ നമുക്ക് നടത്താം. 6 months 7 months അല്ലെങ്കിൽ കൂടിപ്പോയ 12 months കോഴ്സ് ഒക്കെ. അത് ഭയങ്കര ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലെ ഹൗസ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരാണെങ്കിൽ കയറി വരുന്ന ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു മോട്ടിവേഷൻ ആണ്. എത്ര വേണമെങ്കിലും പഠിക്കാം, ഇഷ്ടമുള്ള അത്രയും നാളെ നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. 3 കൊല്ലം നീ ഹൗസ് ബിൽഡിംഗ് പഠിച്ചു, നഴ്സിംഗ് പഠിച്ചു. അപ്പൊ അടുത്ത 4ാമത്തെ 5ാമത്തെ കൊല്ലം നഴ്സിംഗ് ചെയ്യാതെ നിനക്ക് അടുത്ത ഇതിലേക്ക് പ്രൊഫഷനിലേക്ക് മാറാൻ പറ്റുമോ ഇല്ലയോ? കാരണം അതിനെ പറ്റില്ല എന്നൊരു റൂൾ ഞാൻ കണ്ടു. എനിക്ക് അറിയത്തില്ല, ഉറപ്പില്ല. അത് നമുക്ക് വേറെ, അതാ ഞാൻ പറഞ്ഞോണ്ട് വന്നത്. ഇപ്പൊ നമുക്കിപ്പോ ഇവളിപ്പം 2 ഡിഗ്രി അവൾക്കുണ്ട്. ഇപ്പൊ അവൾക്ക് നഴ്സിംഗ് ഡിഗ്രി ഉണ്ട്, ഏവിയേഷൻ ഡിഗ്രി ഉണ്ട്. അപ്പൊ അവൾക്കിപ്പം അതിനുശേഷം അവള് ഇപ്പൊ വിചാരിക്കുകയാണ് എനിക്കിപ്പം നഴ്സിംഗ് നിൽക്കണ്ട, എനിക്ക് ഏവിയേഷനിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നഴ്സിംഗ് കഴിഞ്ഞ് തൊട്ട് അടുത്ത വർഷം തന്നെ, മീൻസ് നഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പൊ മാർച്ചിൽ എൻഡ് ചെയ്യുന്ന വെച്ചു നഴ്സിംഗിന്റെ, ഏപ്രിൽ തൊട്ട് എനിക്ക് നഴ്സിംഗ് ജോലി കണ്ടിന്യൂ ചെയ്യാതെ ഞാൻ ഏപ്രിൽ തൊട്ട് ഏവിയേഷൻ കയറിന്ന് വെച്ചോ. കുഴപ്പമില്ല, നമുക്ക് ഇവിടുത്തെ കുട്ടികള് ബ്രേക്ക് എടുക്കാറുണ്ട്. നമുക്ക് അവർക്ക് എത്ര നാൾ വേണമെങ്കിലും ബ്രേക്ക് എടുക്കാം. ഞാൻ പറഞ്ഞേ, നമുക്ക് വിസയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്കിപ്പോ അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണമെങ്കിൽ എനിക്ക് ലോങ് വിസ കാണണം. കാരണം നമുക്കിപ്പോ വിസ നീട്ടിയാലും നമുക്ക് ബ്രേക്ക് എടുക്കാം. 1 മാസത്തേക്ക് ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു 2-3 മാസത്തേക്ക് ബ്രേക്ക് എടുത്തിട്ട് നമുക്കിപ്പോ ആ ഹൗസ് ബിൽഡിംഗ് പഠിച്ചതിൽ തന്നെ തുടരാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഹൗസ് ബിൽഡിംഗ് തുടങ്ങാം, വേറെ ജോലിക്ക് പോകാം, നോ വിഷയം. പിന്നെ അല്ല, ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇത് കേട്ടായിരുന്നു. ഇങ്ങനെ ഇപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞ 1 വർഷം വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ 1 വർഷം 2 വർഷം വർക്ക് ചെയ്തിട്ട് വേറൊരു ഇതിലോട്ട് പറ്റത്തുള്ളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞങ്ങളെല്ലാരും എക്സ്പെർട്ടുകളൊന്നും അല്ല സ്വാഭാവികമായി നിങ്ങൾക്ക് ഞങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരിക. ഇതെല്ലാം ഞങ്ങളുടെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇവര് 3 പേര് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എല്ലാവർക്കും അവരുടേതായ ഇഷ്ടംപോലെ ജർമ്മനിയിൽ ഇഷ്ടംപോലെ മലയാളി സ്റ്റുഡൻസ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ പലർക്കും പല എക്സ്പീരിയൻസ് ആണുള്ളത്. ഇപ്പം അതിലെ കുറച്ച് ഞങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് ഇത് തന്നെ ആയിരിക്കത്തില്ല മറ്റുള്ളവർക്ക്. അതെ, ഇപ്പം ലൈഫിൽ ഇപ്പൊ നമുക്കിപ്പം ഞങ്ങൾ ഇത്രയും ചിലപ്പോ ഞങ്ങൾക്ക് ആരും കുറച്ച് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ വീട്ടിലെ എക്സ്പീരിയൻസ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. അതിപ്പോ നമുക്ക് ചേഞ്ചസ് അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം മാത്രമേ ഒരു കാര്യം അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതല്ല, ഇപ്പൊ ഇതിനകത്ത് ആർക്കും എക്സ്പേർട്ട് ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ PR-ലേക്ക് സിറ്റിസൺഷിപ്പിലേക്കുള്ള ദൂരം നോർമലി ഇപ്പൊ 8 കൊല്ലം 5 കൊല്ലത്തിലേക്ക് ആക്കി. അപ്പൊ നിങ്ങൾക്ക് നോർമലി 5 കൊല്ലം ആവും. അന്നേരം വീണ്ടും അതാ അവിടെ ലാംഗ്വേജ് വീണ്ടും കളിക്കുന്നു.
ഓ okay, ഇല്ല, നിങ്ങൾക്ക് അവിടെ ലാംഗ്വേജിന്റെ ആവശ്യം വരുന്നില്ല. ഓൾറെഡി നിങ്ങൾ അല്ല, C1 കൺവേർട്ട് ചെയ്തു. ഇപ്പം ഗവൺമെന്റ് ഇപ്പം C1 ലെവൽ ലാംഗ്വേജ്, അതായത് 5 കൊല്ലം പ്ലസ് C1 ആയി സിറ്റിസൺഷിപ്പ്. പക്ഷേ അതല്ല, ഹൗസ് ബിൽഡിംഗ് ചെയ്തവർക്ക്, അതായത് ജർമ്മൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ ചെയ്തവർക്ക് ഇത് ഇങ്ങനെ 2 കൊല്ലം കൊണ്ട് നിന്നാൽ ഹൗസ് ബിൽഡിങ്ങിന് പ്രത്യേക ഇതുണ്ടെന്നാണ് കേട്ടത്. അതാണടാ 3 വർഷമാണ് ഹൗസ് ബിൽഡിംഗ് പ്ലസ് 2 കൊല്ലം 5 കൊല്ലം. അതിന്റെ കൂടെ ഇപ്പൊ അവര് C1 ആണ് മെയിൻ ആയിട്ടും ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. C1 ലെവൽ ലാംഗ്വേജ് വേണമെന്നാണ്. ഇപ്പൊ നമ്മൾ പോലും B2 വരെ എടുത്തിട്ടുള്ളൂ കൂടിപ്പോയാൽ. അപ്പൊ നമ്മള് 5 വർഷത്തിന് ശേഷം PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. നമുക്ക് നഴ്സിംഗ് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ഇപ്പൊ ഞങ്ങളിപ്പം ഞാൻ വന്ന സമയത്ത് സിറ്റിസൺഷിപ്പിലേക്ക് നമ്മൾ അധികം പോകണം, കാരണം അതിന് കുറച്ച് റൂൾസ് മാറിയിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് PR ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. സിറ്റിസൺഷിപ്പിന്റെ റൂളാണ് 5 വർഷം. അല്ല, PR പെർമനന്റ് റെസിഡൻസ്. ഞാൻ ചോദിച്ചത് PR എനിക്കറിയില്ല റൂള്. അപ്പൊ ഇത്ര ഉള്ളൂ. മറ്റേ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് 2 കൊല്ലത്തിനകത്ത് അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ല, അത് തന്നെയാണ് നോർമൽ രീതി, അങ്ങനെയാണ് കണ്ടേക്കുന്നത്. അപ്പൊ എനിക്കാണ് ഇപ്പൊ PR എടുക്കുന്നവരെ ഡയറക്റ്റ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ തോന്നുന്നു. അതായത് 5 വർഷം എന്ന് പറയുന്നത് വെറുതെ 5 വർഷം അല്ല കേട്ടോ. നമ്മൾ വന്ന സമയം തൊട്ട്, നമ്മൾ ജർമ്മനിൽ വന്ന സമയം തൊട്ട് സോഷ്യൽ സെക്യൂരിറ്റി ഫീസുകളെല്ലാം അടയ്ക്കണം, ഇൻഷുറൻസുകൾ എല്ലാം അടച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. എനിക്കാണ് സാധാരണ ഓരോ പെൻഷനേക്കാളും അല്ലെങ്കിൽ ഒരാളെക്കാളും പഠിച്ചു കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിഫറൻസ് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. നോർമലി യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർ 2 കൊല്ലം പഠിച്ചത് 1 ഇയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തോളൂ. എനിക്കാണ് ഹൗസ് ബിൽഡിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരു 17 വയസ്സുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ 21 പെർഫെക്റ്റ് സെറ്റ് ആയി ഇവിടെ. അത് കറക്റ്റാണ്. +2 കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ആ ഒരു ഏജിൽ സെറ്റ് 5 കൊല്ലം കൊണ്ട് ഒരു സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. സിറ്റിസൺഷിപ്പ് കിട്ടില്ല മിനിമം PR. അതൊരു നല്ല പോയിന്റ് ആണ്. മീൻസ് ഒരു 17-18 ഉള്ള വയസ്സ് ഇത് വരുന്നു. കുഞ്ഞു പിള്ളേരാണ്, കുഞ്ഞു പിള്ളേരെന്ന് പറയുന്നില്ല, എന്നാലും ഓരോരോ ഇൻഡിപെൻഡന്റ് ആകാൻ പോവുകയാണ്. അപ്പൊ അതിന്റേതായ വിഷമങ്ങളുണ്ടാവും. അതെല്ലാവർക്കും അത് ജസ്റ്റിനെ പറയും. ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ ഞാൻ പറയട്ടെ, എന്റെ എക്സ്പീരിയൻസ് എല്ലാവർക്കും വേറെ ഒരാൾക്ക് കിട്ടും. അന്നേരം ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോ അന്നേരം അവർ അയ്യോ ചേച്ചിക്ക് ഇങ്ങനെയായിരുന്നു, എനിക്ക് എന്തെങ്കിലും വേറെ രീതിയിലായിപ്പോയി എന്നൊരു രീതി വരും. അതിലും വേറെ ഞാൻ പറയാതിരിക്കുന്ന. പക്ഷെ അതില് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് കേട്ടോ. നമ്മളിപ്പം നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 17 വയസ്സ് വരെ വീട്ടില് എല്ലാം ഭയങ്കര ഓക്കെ ആയിരുന്നിട്ട് നമ്മള് പെട്ടെന്ന് നമ്മളെ ഒരിടത്തേക്ക് കൊണ്ടുവിടുമ്പോ നമ്മൾ അത്രത്തോളം സഫർ ചെയ്യേണ്ട സമയങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മള് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഫാമിലി സപ്പോർട്ടും മറ്റും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അത് നല്ല ഒരു, നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇനി വരും കാലങ്ങളിൽ ഒരുപാട് മലയാളികൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ പല സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം പല ഗ്യാതറിങ്സ് ഉണ്ട്, അതിലൊക്കെ നമ്മൾ പോകുന്നു. അപ്പൊ നമ്മളൊരു ആ ഒരു ലോൺലിനെസ്സിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് കുറെ ഫ്രീ ടൈം നമുക്ക് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇനി വരും കാലങ്ങളിൽ ഉണ്ടാവും. അപ്പം അതുള്ളത് നമ്മൾ കുറേം കൂടിയൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പം ആ ഇങ്ങനത്തെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി കിട്ടും. പിന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ നമ്മൾ സ്വയമേ ബിൽഡ് ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പൊ വീട്ടിൽ നിന്ന് മാറുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പല സാഹചര്യങ്ങളും നമ്മള് വിചാരിച്ചു പോകും എന്തിനാ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമ്മളൊരു എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളിത് പഠിക്കുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ്, ഇവിടുത്തെ ഡിഫറൻസ് എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ നമ്മുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആയിട്ട് നമ്മുടെ ലൈഫ് സേഫ് ആക്കി കഴിഞ്ഞു, ഫ്യൂച്ചർ സേഫ് ആക്കി. പിന്നെ ഒരു കാര്യമാണ്, നമ്മളിപ്പം ജസ്ലി പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് 17 വയസ്സ് ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എന്തുവാണെങ്കിലും അവര് നമ്മളെ കാണുമ്പോ നമുക്ക് 17 കൊച്ചെന്ന് അങ്ങനെ ഇത് കിട്ടത്തില്ല, പരിഗണന കിട്ടത്തില്ല. കാരണം ഇവിടുത്തെ പിള്ളേര് വളർന്ന കൾച്ചർ എന്ന് വെച്ചാൽ അവര് ആ ടൈം ആകുമ്പോഴത്തേക്ക് സെൽഫ് ഇൻഡിപെൻഡന്റ് രീതിയിലാണ് അവര് പോകുന്നത്. അതുകൊണ്ട് ആ കെയറെ നമുക്ക് കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതേ ലെവലിൽ വരും. സമയം കഴിയുന്നതോറും നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ പോഡ്കാസ്റ്റിന് ആവുകയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റില് ചോദിക്കുക. ഞങ്ങൾക്ക് അറിയാത്ത ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളതൊക്കെ നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കും അറിയാൻ പറ്റട്ടെ. ഇതിലൂടെ മാജിക് പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ഹൈലൈറ്റ്
അപ്പൊ ഇതുപോലെ ഇനിയും ഒരുപാട് ഇൻഫോർമാറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ Adios, Bye. amigos. Bye.